നമസ്കാരം. UPSC ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ലൈവ് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല, കാരണം കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലംസ് ഉള്ള കാരണം നമ്മൾ ലൈവിന് പകരം ഡിഫേർഡ് ലൈവ് ആയിട്ടാണ് പോകുന്നത്. എന്നാലും നമുക്ക് വൈകുന്നേരം വരെ ടെലിഗ്രാമിൽ റിസീവ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് തന്നെ ആയിരിക്കും. പിന്നെ ബാക്കി ക്വസ്റ്റ്യൻസും നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത്. എൻ്റെ പേര് സൂരജ് ഷാജി. എനിക്ക് കേരള കാഡറാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എൻ്റെ കൂടെ ഇന്ന് നമസ്കാരം, ഞാൻ അനന്തു, ഗുജറാത്ത് കാഡറാണ്. എൻ്റെ ഓപ്ഷണൽ ഫിലോസഫിയാണ്. അപ്പോൾ ഇപ്പം ഈ ലോക്ക്ഡൗണിൻ്റെ കാലമായതുകൊണ്ട് പ്രത്യേകിച്ചും UPSC പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മടുപ്പ് വരും. അപ്പോൾ ഞങ്ങൾ ചിന്തിച്ചെടുത്ത ഒരു ആശയമാണ്, ഞങ്ങളാൽ കഴിയുന്ന ഒരു സഹായം ഇപ്പോഴത്തെ ഇനിയിപ്പം UPSC എഴുതാൻ പോകുന്ന നിങ്ങൾക്കായിട്ട് നിങ്ങളുടെ ഡൗട്ട് ക്ലിയറൻസോ അല്ലെങ്കിൽ ഞങ്ങൾ പരീക്ഷിച്ച് ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയ സ്ട്രാറ്റജീസ് കുറച്ചെണ്ണം ഷെയർ ചെയ്യാമെന്ന് ഓർത്ത്. നമസ്കാരം, എൻ്റെ പേര് നിതിൻ രാജ്. ഞാൻ 2019 IPS പ്രൊബേഷണറാണ്. ഇപ്പോൾ ഹൈദരാബാദിലുള്ള സർദാർ വല്ലഭായ് പട്ടേൽ നാഷണൽ പോലീസ് അക്കാഡമിയിൽ ട്രെയിനിങ്ങിലാണ്. ഈ ലോക്ക്ഡൗൺ കാലത്ത് സിവിൽ സർവീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേയേറെ സംശയങ്ങൾക്ക് ഉത്തരം നൽകാനാണ് ഇങ്ങനെ ഒരു സെഷൻ ഞങ്ങൾ ആരംഭിച്ചത്. എല്ലാവർക്കും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ ചോദ്യം, ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലും വളരെ വിശദമായി ഇതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു ഓപ്ഷണൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പരിഗണിക്കേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ താല്പര്യം തന്നെയാണ്. കാരണം ഒരു ഓപ്ഷണൽ വിഷയം വളരെ താല്പര്യത്തോടു കൂടിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ വായിക്കാനും അതിന് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കാനും ഒക്കെ നമുക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യം എന്നുള്ളതാണ് നമ്മളൊരു ഓപ്ഷണൽ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, മുൻ വർഷങ്ങളിലൊക്കെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഓപ്ഷണൽ എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു ജനറൽ ട്രെൻഡ് അനാലിസിസും കൂടെ നിങ്ങൾക്ക് നടത്താൻ വേണ്ടി പറ്റും. മൂന്നാമതായിട്ട്, ആ ഓപ്ഷനിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന സാമഗ്രികളുടെ ലഭ്യത, ആ ഓപ്ഷനിൽ പഠിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധ്യാപകരോ അല്ലെങ്കിൽ മെന്റേഴ്സോ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ അത് കുറെ കൂടി നല്ലതാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ചിട്ടായിരിക്കണം നമ്മളൊരു ഓപ്ഷണൽ തിരഞ്ഞെടുക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ താല്പര്യം തന്നെയാണ്. കാരണം സിവിൽ സർവീസിൽ എല്ലാ തരത്തിലുള്ള ഓപ്ഷണലുകളെടുത്തും സിവിൽ സർവീസ് ക്ലിയർ ചെയ്ത ആൾക്കാരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മൾ ഡിഗ്രിയിൽ പഠിച്ച സബ്ജക്റ്റ് തന്നെ ഓപ്ഷണലായിട്ട് തിരഞ്ഞെടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ചോദിച്ചിരിക്കുന്ന ഹൗ ടു റൈറ്റ് ഗുഡ് എസ്സേസ് എന്നുള്ള ഒരു കാര്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന എസ്സേ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ്. എസ്സേ റൈറ്റിംഗിൽ 250 മാർക്സ് ആണ്. അപ്പം എസ്സേ എഴുതുമ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ എസ്സേ വളരെയധികം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എസ്സേയിൽ നമ്മൾ ജനറൽ സ്റ്റഡീസിൽ പഠിച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ലിങ്ക് ചെയ്തിട്ട് എഴുതാൻ പറ്റിയ ഒരു സംഭവമാണ് എസ്സേ. അപ്പോൾ എസ്സേക്ക് ബേസിക്കലി ഞാൻ എപ്പോഴും ശ്രമിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറൽ സ്റ്റഡീസിലെ ടോപ്പിക്സ് കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എസ്സേ എഴുതുന്നതെന്നാണ്. അതായത് GS 1, 2, 3, 4 ആ 4 പേപ്പേഴ്സും കവർ ചെയ്തിട്ട് നമുക്കൊരു എസ്സേയിൽ നല്ല രീതിയിൽ എഴുതാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന ഒരു ചോദ്യം, അതായത് പോവർട്ടി എനിവെയർ ഇസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവ്രിവെയർ എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് വളരെയധികം ആബ്സ്ട്രാക്ട് ആയിട്ട് നമുക്ക് തോന്നാം ആദ്യം. പക്ഷെ നമ്മളിത് ജനറൽ സ്റ്റഡീസ് അപ്രോച്ച് വെച്ച് നമ്മളിത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് ജനറൽ സ്റ്റഡീസ് 1 ഇപ്പം നമുക്ക് ഹിസ്റ്ററിയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ഹിസ്റ്ററിയിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു. ആ സമയത്ത് ചില ഭാഗങ്ങളിൽ കുറെ ഫാക്ടറികൾ വന്നു, അപ്പോൾ കുറെ പ്രോസ്പെരിറ്റി ഉണ്ടായി. പക്ഷെ അതേ സമയം കുറെ സ്ലംസും ഉണ്ടായി, ലണ്ടനിൽ ഒരുപാട് ക്രൈം റേറ്റ് കൂടി എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് തുടങ്ങാം. അപ്പം ഇതിന് ശേഷം നമ്മൾ GS 2ലേക്ക് പോകും. GS 2ൽ നമുക്ക് ഇന്റർനാഷണൽ റിലേഷൻസ് ടച്ച് ചെയ്യാം, രാജ്യങ്ങൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റുകൾ. ഇതിൽ പല കോൺഫ്ലിക്റ്റുകളുടെയും കാരണം ഈ പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. അതായത് പോവർട്ടി സംവെയർ ഇസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവ്രിവെയർ. അപ്പൊ ഇങ്ങനെ പോകാം. പിന്നെ അതിനുശേഷം GS 3ൽ നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയുള്ള ഗവൺമെന്റ് മെഷേഴ്സ്, ഇക്കണോമിക് ഡെവലപ്മെന്റൽ മെഷേഴ്സ് ആയാലും ഗവൺമെന്റ് സ്കീമുകളായാലും ഇതൊക്കെ നമുക്ക് എഴുതാം. പിന്നെ GS 4ൽ നമുക്ക് എത്തിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതാം. അതായത് ഇപ്പം ഫിലോസഫിയിലോ അല്ലെങ്കിൽ എത്തിക്സിലും ഓൾട്രുയിസം എന്ന് പറഞ്ഞൊരു കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് നമുക്ക് സോഷ്യലിസ്റ്റ് ഫിലോസഫിയെ കുറിച്ച് എഴുതാം, അല്ലെങ്കിൽ ഓൾട്രുയിസ്റ്റിക് ഫിലോസഫിയെ കുറിച്ച് എഴുതാം. എല്ലാത്തിനും കോറായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇനിക്വാളിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗൗതമ ബുദ്ധനെയോ അല്ലെങ്കിൽ മഹാവീര ജയനെയോ ഒക്കെ നമുക്ക് കോട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ എല്ലാവരും ഇതിന് അവർ പറയുന്നതാണ്. അപ്പം നമുക്ക് എപ്പോഴും ഒരു എസ്സേയിൽ വേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോറിലേഷനാണ് ഈ എല്ലാ ടോപ്പിക്കുകളിലും. ഇത് കോറിലേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ഓർമ്മയിൽ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് വളരെ സിമ്പിൾ ആയിരിക്കണം. എസ്സേയിൽ ഒരിക്കലും ഭയങ്കര ഒരുപാട് ഇംഗ്ലീഷിൽ നമുക്ക്
ഭയങ്കര അധികം നോളജ് വേണമെന്നൊന്നുമില്ല. വളരെ സിമ്പിളായ ലാംഗ്വേജിൽ ലൂസിഡ് ആയിട്ട് എഴുതിയാൽ നമുക്ക് എസ്സേയിൽ നല്ല മാർക്ക് കിട്ടാവുന്ന ഒരു കാര്യമാണ്. പിന്നെ എസ്സേയിൽ നമുക്ക് വേണ്ട നല്ലൊരു കണക്ഷനാണ്. അതായത് എഴുതുമ്പം നമ്മൾ ഒരു ജനറൽ സ്റ്റഡീസ് പേപ്പർ എഴുതുന്ന പോലെ കുറെ ഫാക്ട് എഴുതി കുറെ ബുള്ളറ്റ് പോയിന്റ്സ് എഴുതി അങ്ങനെ എഴുതാതെ നമ്മളൊരു കണ്ടിന്യൂറ്റിയിൽ ഒരു കഥ എഴുതുന്ന ഒരു നല്ല ഫ്ലോയിൽ എഴുതിയാൽ എസ്സേയിൽ നല്ലൊരു മാർക്ക് കിട്ടുന്നതായിരിക്കും. അതേപോലെ എസ്സേയിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യമാണ് നല്ലൊരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പല എസ്സേ എഴുതിയാലും ഇൻട്രൊഡക്ഷനിൽ ഒരു ചെറിയ കഥയിൽ നിന്നായിരിക്കും തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങുവാണെങ്കിലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ അതൊരു ഇൻട്രസ്റ്റ് നമ്മൾ ആ വായിക്കുന്ന ആളിൽ ഉണ്ടാക്കും. നല്ലൊരു എസ്സേ എന്ന് പറഞ്ഞാൽ നല്ലൊരു സിനിമ പോലെയാണ്. അപ്പം ആദ്യമുള്ള സീനുകളിലാണ് നമുക്ക് ആ ഇൻട്രസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ആ ഇൻട്രസ്റ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ നമുക്ക് ആ എസ്സേയിൽ അത് നമുക്ക് ആ വായിക്കുന്ന അത് ഇവാലുവേഷൻ ചെയ്യുന്ന ആൾക്ക് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അപ്പോൾ അയാൾ അത് വായിക്കാൻ കൂടുതൽ ഇൻട്രസ്റ്റ് കാണിക്കും. അപ്പോൾ നമുക്ക് ആ മാർക്ക് കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ കൺക്ലൂഷൻ ഒരു ഇമ്പാക്റ്റ് വിടും. അതായത് നമ്മൾ ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാൽ അവസാനം നമുക്ക് അതിൽ നിന്നും എന്തെങ്കിലും ഒരു പാഠം കിട്ടുന്ന പോലെ ആയിരിക്കും ആ എസ്സേയിൽ നിന്ന്. അപ്പോൾ ഒരു എസ്സേ പോസിറ്റീവായിട്ട് കൺക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അതായത് ഈ ലാസ്റ്റ് ഇയർ നമ്മൾ എഴുതിയ സമയത്തുള്ള ഈ ടോപ്പിക്കിൽ അവസാനം നമ്മൾ ഈ ഒരു നല്ല എക്സാമ്പിൾ കൊടുത്തു. അതായത് സർക്കാർ എന്തെങ്കിലും റീസെറ്റിൽമെന്റ് സ്കീം കൊണ്ടുവന്നു, എന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവന്ന് പോവർട്ടീനെ കുറയ്ക്കാൻ പറ്റിയത് കൊണ്ട് പുതിയ തരം ഓപ്പർച്യൂണിറ്റീസും ആ പോവർട്ടിയിൽ നിന്നും പുറത്തിറങ്ങാൻ പുതിയ ചാൻസുകൾ ആൾക്കാർക്ക് കിട്ടിയെന്ന് എഴുതി ഒരു പോസിറ്റീവ് നോട്ടിൽ നിർത്താൻ പറ്റുവാണെങ്കിൽ എസ്സേ വളരെയധികം ഇമ്പാക്ട്ഫുൾ ആയിരിക്കും. അതേപോലെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും കോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രിപ്പറേഷൻ്റെ സമയത്ത് എസ്സേക്ക് വേണ്ടി എല്ലാ ടോപ്പിക്സിൽ നിന്നും, അതായത് ഇക്കണോമിക്സ്, സയൻസ്, ഫിലോസഫി, വുമൻ എംപവർമെന്റ്, ഇതിൽ നിന്നൊക്കെ 1-2 കോട്ടുകൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പ്രാക്ടീസിന് വേണ്ടി. അത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാരണം അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കറക്റ്റ് സ്ഥലങ്ങളിൽ കോട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ കോട്ട് എല്ലായിടത്തും ഉപയോഗിക്കണമെന്ന് നിയമമൊന്നുമില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ആ ഫ്ലോ തെറ്റാത്ത രീതിയിൽ നമുക്ക് കോട്ട് ഉപയോഗിക്കാവുന്നതാണ്. എസ്സേക്ക് അതുകൊണ്ട് നമുക്ക് എഴുതുമ്പോൾ പലപ്പോഴും 1500, 1200 മുതൽ 1500 വാക്കുകളാണ് ഒരു എസ്സേക്ക് വേണ്ടത്. അപ്പോൾ ഇത്രയും നമ്മൾ എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ടോപ്പിക്കിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഡൈവേർട്ട് ആയിപ്പോകും പലപ്പോഴും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഓരോ നമ്മൾ മൂവ് ചെയ്യുമ്പോൾ, അതായത് GS 1 നിന്ന് GS 2 കാര്യങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് ആ ടോപ്പിക് ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതായത് ഹിസ്റ്റോറിക്കലി ഇങ്ങനെ ആയിരുന്നു, പക്ഷേ ഇന്റർനാഷണൽ റിലേഷൻസിന്റെ ഫേസിൽ ഈ ടോപ്പിക്, അതായത് പോവർട്ടി എനിവെയർ ഇസ് എ ത്രെറ്റ് ടു പ്രോസ്പെരിറ്റി എവ്രിവെയർ എന്നുള്ള കാര്യം നമുക്ക് റീഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓരോരോ പേജ് കഴിയുമ്പോഴും ആ ടോപ്പിക് ഒന്നുകൂടെ റീഇൻട്രൊഡ്യൂസ് ചെയ്താൽ നമ്മൾ ആ കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ടാണ് എഴുതുന്നതെന്നുള്ള കാര്യം ആ ഇൻവിജിലേറ്റർക്ക് മനസ്സിലാവും. ഇതാണ് നമ്മൾ ഓവറോൾ ആയിട്ട് കുറച്ച് എസ്സേക്ക് വേണ്ട കാര്യങ്ങൾ. പക്ഷേ എസ്സേ എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമുക്ക് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമല്ല. നമ്മൾ ഈ ജനറൽ സ്റ്റഡീസിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും നമുക്ക് എഴുതാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് എസ്സേ എന്ന് പറഞ്ഞ ടോപ്പിക്. അതിന് സ്പെഷ്യലായിട്ടൊന്നും ചെയ്യേണ്ട, ഈ കുറച്ച് ജനറൽ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുമെങ്കിൽ നമുക്ക് എസ്സേ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഫിലോസഫി ആസ് ആൻ ഓപ്ഷണൽ. അതിപ്പോൾ ഫിലോസഫി എന്നല്ല, ഏതൊരു ഓപ്ഷണൽ എടുക്കുന്ന സമയത്തും ഇപ്പം ഞാൻ എൻ്റെ ഒരു ഓപ്ഷനിൽ എടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് UPSCയുടെ ഒരു ഡോക്യുമെന്റ് ഉണ്ട്. ഈ ഓപ്ഷൻസിന്റെ സിലബസും എല്ലാം, ടോപ്പിക്സും സിലബസും എല്ലാം പറയുന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ട്. അതാദ്യം ഇപ്പോൾ ഒരു ആസ് എ ഫ്രഷർ അതാദ്യം എടുത്ത് എല്ലാത്തിലും എന്തൊക്കെ സബ്ജക്ട്സ് UPSC ഓഫർ ചെയ്യുന്നുണ്ട് എന്നൊന്ന് നോക്കുക. എന്നിട്ട് ഇപ്പോൾ ഒരു ബേസിക് റൂൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കുറച്ചൊരു ഇൻട്രസ്റ്റ് വേണം ആ ഒരു ടോപ്പിക്കിന്, പിന്നെ അതിന്റെ റിസോഴ്സസും വേണം. ഫോർ പ്രാക്ടിക്കൽ റീസൺസ് അങ്ങനെ അല്ല, ഇത് രണ്ടും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഘട്ടത്തില് നമുക്ക് തിരിച്ച് ചിന്തിക്കേണ്ടി വരും. ഓപ്ഷനിൽ മാറ്റേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഞാനിപ്പം ആ ഒരു ഡിസിഷൻ എടുത്ത് തെറ്റിപ്പോയോ എന്നുള്ളത് ഇത് ഒഴിവാക്കാൻ വേണ്ടി തന്നെ നമ്മൾ ആദ്യം ആസ് എ ഫ്രഷർ ഓപ്ഷനിൽ ചൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു ഡോക്യുമെന്റ് എടുത്ത് വായിച്ചു നോക്കുക. പിന്നെ നമുക്ക് പിൻ പോയിന്റ് ചെയ്ത് വെക്കുക. ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4-5 ഓപ്ഷണൽ സബ്ജക്ട്സ് പിൻ പോയിന്റ് ചെയ്തിട്ട് അതിനകത്തുനിന്ന് പിന്നെ ഫിൽട്ടർ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഓപ്ഷനിൽ ചൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പം ആദ്യം നോക്കിയപ്പോൾ എനിക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണ്. പിന്നെ മാത്തമാറ്റിക്സ് ഉണ്ടായിരുന്നു, സോഷ്യോളജി, ഫിലോസഫി, ഇങ്ങനത്തെ 2-3 പബ്ബാഡ്, ഇങ്ങനത്തെ 2-3 സബ്ജക്ട്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവസാനം നമ്മൾ ഈ സബ്ജക്ട്സിനെ കുറിച്ചൊക്കെ കുറച്ചൊരു ബേസിക് റിസർച്ച് നമ്മൾ തന്നെ നടത്തണം. എന്നിട്ട് ഇപ്പൊ ഈ ഒരു ഓപ്ഷണൽ സബ്ജക്റ്റിന് ഇപ്പൊ ഒരു കോച്ചിങ് ക്ലാസ്സിന് പോകുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. കാരണം നമുക്കൊരു ബേസിക് ഓറിയന്റേഷൻ ആ ഒരു സബ്ജക്റ്റിന് കിട്ടിയാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇൻഫോംഡ് ചോയ്സ് എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഫിലോസഫി ഞാൻ എങ്ങനെ പിൻ പോയിന്റ് ചെയ്തു എന്ന് വെച്ചാൽ, ആ ഒരു കറക്റ്റ് ഓറിയന്റേഷൻ ആ സബ്ജക്റ്റിന്റെ എനിക്ക് കിട്ടി. ഞാൻ പ്രിപ്പയർ ചെയ്ത ഫുള്ളി ട്രിവാൻഡ്രത്ത് തന്നെയാണ്. അപ്പോൾ
എനിക്ക് ഫ്രണ്ട്സും ഉണ്ടായിരുന്നു ഫിലോസഫി ഓപ്ഷനിൽ എടുത്തത്, പിന്നെ എൻ്റെ ഒരു മെൻറ്ററും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ എന്നോട് ഓപ്ഷനിൽ എങ്ങനെ ചൂസ് ചെയ്യണമെന്ന് ചോദിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുന്ന ഒരു ബേസിക് ഓറിയന്റേഷൻ ആ സബ്ജക്റ്റിന് നമുക്ക് എപ്പോഴും അത്യാവശ്യമാണ്. എന്നിട്ട് നിങ്ങൾ തന്നെ തീരുമാനം എടുക്കണം. പിന്നീട് ഇപ്പൊ അതിനെപ്പറ്റി ഇപ്പൊ സിലബസ് അത് ഇമ്പോർട്ടന്റ് ആണ്. അത് ഒത്തിരി വാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ടൈം ലിമിറ്റും കൂടെ നോക്കണം. നമുക്ക് എത്ര നാളുണ്ട് പ്രിപ്പയർ ചെയ്യാൻ. ഇപ്പൊ ഒരു ഫ്രഷർ ആണെങ്കിൽ എങ്ങനെ പോയാലും ഒരു വർഷം കാണും. അപ്പോൾ ഒരു വർഷത്തിനുള്ളിൽ ഒരു 10 മാസത്തിനുള്ളിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു വിഷയമാണ് ഫിലോസഫി, ഇഫ് യു ആർ ഗൈഡ് ഇൻ ദ റൈറ്റ് വേ. അപ്പോൾ അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ തന്നെയാണ്, എൻ്റെ എക്സ്പീരിയൻസിൽ കൂടെ തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം ഫിലോസഫി ആസ് എൻ ഓപ്ഷനിൽ അതിന്റെ സിലബസ് ഭയങ്കര ക്രിസ്പാണ്. പക്ഷെ ഒരിക്കലും അത് കണ്ടുകൊണ്ട് അതിനെ ആ ഒരു റീസൺ കൊണ്ട് മാത്രം ആ ഒരു ഓപ്ഷൻ എടുക്കാൻ ഞാൻ ഒരിക്കലും പറയത്തില്ല. കാരണം ഇപ്പൊ ഫിലോസഫിയുടെ നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിയാൽ ഇപ്പം അതിന്റെ പാർട്ട് 1, പാർട്ട് 2, പേപ്പർ 1, പേപ്പർ 2. പേപ്പർ 1 2 സെക്ഷൻസ് ഉണ്ട്, ഇന്ത്യനും വെസ്റ്റേണും. പേപ്പർ 2 ഇപ്പൊ നോക്കുവാണെങ്കിൽ നമുക്ക് സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫിയും ഫിലോസഫി ഓഫ് റിലിജനും ഉണ്ട്. കാരണം പേപ്പർ 1 ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇപ്പൊ ഇന്ത്യനും വെസ്റ്റേൺ ഫിലോസഫിയും ഇതൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ ടോപ്പിക്സിനും ഒറ്റ ലൈൻ സിലബസേ കാണത്തുള്ളൂ. പക്ഷെ അതുകൊണ്ട് നമ്മൾ മിസ്ലെഡ് ആകരുത്. കാരണം ആ ഒറ്റ ലൈനിൽ തന്നെ അതിന്റെ ദ മാറ്റർ ദാറ്റ് ഈസ് ബിഹൈൻഡ് ദാറ്റ് വൺ ലൈൻ ദാറ്റ് ഈസ് വെരി വാസ്റ്റ്. കാരണം അത് ലിറ്ററേച്ചർ നല്ലതുപോലുണ്ട്, തിയറി നല്ലതുപോലുണ്ട്, കോൺസെപ്റ്റ് നല്ലതുപോലുണ്ട്. അത് ഇഷ്ടം പോലെ ഫിലോസഫി പഠിക്കാനുണ്ട് ആക്ച്വലി. പിന്നെ അത് അപ്ലൈ ചെയ്യുന്നതും അത് നമ്മൾ എന്തുമാത്രം ആ കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു എന്നതിൽ ബേസ് ചെയ്തിരിക്കും. കാരണം അതുകൊണ്ട് ഞാൻ പിന്നെ എടുത്തു പറയുവാണ്, ഒരിക്കലും ഷോർട്ട് സിലബസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ്ജക്റ്റ് എസ്പെഷ്യലി ഫിലോസഫി നമ്മൾ എടുക്കാൻ പാടില്ല. ആസ് എ സബ്ജക്റ്റ് അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്ക്. അത് ഏതൊരാളത് പഠിച്ചാലും എനിക്ക് തോന്നുന്നു അത് ഇൻട്രസ്റ്റിംഗ് ആകാനേ സാധ്യതയുള്ളൂ. എസ്പെഷ്യലി ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാവുമ്പോൾ നമ്മൾ ടെക്നിക്കലി ഇത്രയും വർഷവും പഠിച്ച് ഇതൊരു റിലീഫ് ആയിരിക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ആയിരുന്നു. എനിക്ക് ഭയങ്കര അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ബേസിക് കോൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ നമുക്ക് പകുതി വെച്ച് ഇത് ഉപേക്ഷിക്കേണ്ട തന്നെ വരും. അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ഏതൊരു ഓപ്ഷനിൽ എടുക്കുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു തം റൂള് എപ്പോഴും മനസ്സിലുണ്ടാകണം. ആ ഒരു കോൺഫിഡൻസ് തന്നെ ബിൽട്ടപ്പ് ആകത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ ഇത് എടുക്കുന്നതിന് മുമ്പ് എനിക്കൊരു നല്ല ഓറിയന്റേഷൻ കിട്ടി. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അത് സക്സസ്ഫുൾ ആയി. അപ്പോൾ ഫിലോസഫി പിന്നൊരു കാര്യം പറയുകയാണെങ്കിൽ ഇതിന്റെ ഏതൊരു ഓപ്ഷനിന്റെയും അതിന്റെ പുറകിൽ നമുക്ക് സക്സസ്ഫുൾ ആകണമെങ്കിൽ നമുക്ക് ആൻസർ റൈറ്റിംഗ് ഉണ്ട്, പിന്നെ ഈവൻ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് റെഫർ ചെയ്യാം. ഈവൻ ഓപ്ഷനിൽ ചൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഈ സിലബസ് നോക്കുന്നതിനും കൂടെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ചുമ്മാ നോക്കണം. ആദ്യം നമുക്കൊന്നും മനസ്സിലാകത്തില്ല, പക്ഷെ എന്നാൽ പോലും നമുക്കത് പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടാൻ വളരെയധികം സഹായിക്കും അത്. ആസ് എ ഫ്രഷർ ഞാൻ അങ്ങനെയാണ് ഫിലോസഫിയിൽ എത്തിച്ചേർന്നത്. മലയാള ഭാഷയും മലയാള സാഹിത്യവും മലയാളത്തിൽ എഴുതാനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാധ്യതയാണ് സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളം തുറന്നിടുന്നത്. മലയാളം പേപ്പർ 2 ആയിട്ടാണ് നമ്മൾ ഏതൊരു ഓപ്ഷണൽ പേപ്പർ ആണെങ്കിലും നമുക്ക് മെയിൻ പരീക്ഷയിൽ 2 പേപ്പറുകളുണ്ട്, പേപ്പർ 1 ആൻഡ് പേപ്പർ 2. മലയാളം പേപ്പർ 1 പറ്റിയിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇനി പേപ്പർ 2 കടന്നു വരുന്ന സമയത്ത് നമുക്ക് 21ഓളം കൃതികളാണ് മലയാളം പേപ്പർ 2 പഠിക്കാനുള്ളത്. കവിതകൾ, നോവലുകൾ, നാടകം, കഥാസമാഹാരം, നിരൂപണങ്ങൾ, ആത്മകഥ, ഇങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള സാഹിത്യ വിഭാഗങ്ങളിലെ കൃതികളുമായിട്ടൊക്കെയാണ് നമ്മൾ മലയാളം പേപ്പർ 2 സഞ്ചരിക്കുന്നത്. നമ്മൾ മലയാളം പേപ്പർ 2 സിലബസ് ഒന്ന് വളരെ ചുരുക്കി ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് പേപ്പർ 2 സിലബസ് തുടങ്ങുന്നത് മലയാള സാഹിത്യത്തിലെ സമ്പന്നമായ പാട്ടുപ്രസ്ഥാനത്തിന് നാന്ദി കുറിച്ച രാമചരിതം എന്നുള്ളൊരു കൃതിയെ പ്രതിപാദിച്ചുകൊണ്ടാണ്. തുടർന്ന് ഭാഷയിൽ ഒരുപാട് പരിവർത്തനങ്ങൾ നടത്തിയ കണ്ണശ രാമായണം, ബാലകാണ്ഡം നമുക്ക് പഠിക്കാനുണ്ട്. തുടർന്നിങ്ങോട്ട് മണിപ്രവാള സാഹിത്യത്തിലെ പക്വഫലങ്ങളിലൊന്നായിട്ട് നമ്മൾ വിശേഷിപ്പിക്കുന്ന മണിപ്രവാള സന്ദേശ കാവ്യകൃതികളിലൊന്നായ ഉണ്ണുനീലി സന്ദേശം, അതിനപ്പുറത്ത് മലയാള ഭാഷയെയും സംസ്കാരത്തെയും തത്വചിന്തയുടെയും പ്രൗഢിയുടെയും ഉന്നത തലങ്ങളിലേക്ക് ഉയർത്തിയ എഴുത്തച്ഛൻ്റെ ഭീഷ്മപർവം, കിളിപ്പാട്ട്, ഇങ്ങനെ 4 കൃതികൾ അടങ്ങുന്നതാണ് സെക്ഷൻ എയിലെ യൂണിറ്റ് 1 എന്നുള്ള ഭാഗം. ഇനി സെക്ഷൻ എയിലെ തന്നെ യൂണിറ്റ് 2 നമ്മൾ കടക്കുമ്പോൾ
അവിടെ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആദികവിയുടെ സീതയ്ക്ക് പുതിയ കാലഘട്ടങ്ങളിൽ പുതിയ വിചാരഭാഷയിലൂടെ പുതിയ പുനർവായന നടത്തുന്ന കുമാരനാശാന്റെ ചിന്താവിഷ്ടിയായ സീത എന്നുള്ളൊരു കൃതിയാണ്. അത് കഴിഞ്ഞ് ജന്മി കുടിയാൻ ബന്ധത്തിന് പുതിയ അർത്ഥതലങ്ങൾ തേടിയ വയലോപ്പള്ളി ശ്രീധരമേനോന്റെ കുടിയൊഴിക്കൽ എന്നൊരു കവിത. അച്ഛനും മകനും തമ്മിലുള്ള ബന്ധങ്ങൾക്കിടയിലേക്ക് ഒരു പ്രൊഫഷണൽ സംബന്ധമായിട്ടുള്ള പ്രശ്നം വലിയ അകൽച്ച സൃഷ്ടിക്കുന്നതും അത് വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശങ്കരക്കുറുപ്പിന്റെ പെരുന്തച്ചൻ എന്നുള്ളൊരു കവിതയിലൂടെ ചർച്ച ചെയ്യുന്നു. തുടർന്ന് NV കൃഷ്ണവാര്യരുടെ തീവണ്ടിയിലെ പാട്ട് എന്ന ഒരു കവിത നമുക്ക് പഠിക്കാനുണ്ട്. യൂണിറ്റ് 3-ൽ പാരിസ്ഥിതികപരമായിട്ടുള്ള ആകുലതകളൊക്കെ വലിയൊരു തരത്തിൽ കവിതയുടെ ആത്മാവായി രേഖപ്പെടുത്തിയ ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി എന്ന് പാടിയ ONV കുറുപ്പിന്റെ ഭൂമിക്കുരു ചരമഗീതം, ആധുനിക മനുഷ്യന്റെ വിങ്ങലുകളെയൊക്കെ അടയാളപ്പെടുത്തിയ അയ്യപ്പ പണിക്കരുടെ കുരുക്ഷേത്രം എന്ന കവിത, അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ പണ്ടത്തെ മേശാന്തി, ആറ്റൂർ രവിവർമ്മയുടെ മേഘരൂപൻ എന്നിങ്ങനെ 4 കവിതകൾ. ഇത്രയും കവിതകൾ 12ഓളം കവിതകളാണ് നമ്മൾക്ക് സെക്ഷൻ A പേപ്പർ 2-ൽ പഠിക്കാനുള്ളത്. ഇനി സെക്ഷൻ ബിയിലോട്ട് നമ്മൾ കടക്കുമ്പോൾ ആദ്യം നമ്മൾ അവിടെ പരിചയപ്പെടുത്തുന്നത് മലയാള നോവൽ സാഹിത്യത്തിലെ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ചന്തുമേനോന്റെ ഇന്ദുലേഖയാണ്. പൂവള്ളിത്തറവാടും സൂര്യ നമ്പൂതിരിപ്പാടും മാധവനും ഇന്ദുലേഖയും ഒക്കെ അടങ്ങുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു നോവലാണ് ഇന്ദുലേഖ. ഇന്ദുലേഖ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് തകഴിയുടെ ചെമ്മീനാണ്. ഒരു കാൽപ്പനിക പ്രണയത്തെ ഒരു ദുരന്ത പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ച തകഴിയുടെ ചെമ്മീൻ. പിന്നീട് ആധുനികതയെ അതിൻ്റെ ഏറ്റവും തീവ്രമായ അനുഭവ പശ്ചാത്തലത്തിലൂടെ അടയാളപ്പെടുത്തിയ, മലയാള സാഹിത്യത്തിൽ തന്നെ ഖസാക്കിനപ്പുറവും ഖസാക്കിനിപ്പുറവും എന്ന് രണ്ടായി തിരിച്ച OV വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എന്നുള്ള കൃതി നമുക്ക് പഠിക്കാനുണ്ട്. ഇങ്ങനെ 3 നോവലുകളാണ് യൂണിറ്റ് 4-ൽ നമ്മൾ പരിചയപ്പെടുന്നത്. യൂണിറ്റ് 5-ൽ MT വാസുദേവൻ നായരുടെ വാനപ്രസ്ഥം കഥാസമാഹാരം, NS മാധവന്റെ ഹിഗ്ഗിറ്റ, മലയാള നാടകത്തിൽ ഒരുപാട് പരിവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ച CJ തോമസിന്റെ 1128-ൽ ക്രൈം 27 എന്ന നാടകം. ഇങ്ങനെ 3 കൃതികളാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ഏറ്റവും അവസാനത്തെ യൂണിറ്റായ യൂണിറ്റ് 6-ൽ കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം, മഹാഭാരത കഥാസന്ദർഭത്തെ പുതിയ കാലഘട്ടത്തിന്റെ മാറിയ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വിശകലനം ചെയ്യുന്ന ഭാരത പര്യടനം നിരൂപണം നമുക്ക് പഠിക്കാനുണ്ട്. MK സാനുവിന്റെ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്നൊരു കൃതിയാണ് അടുത്തത്. മലയാള കവിതയിൽ കാൽപ്പനികതയുടെ വസന്തം വിരിയിച്ച ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്നുള്ള കവിയുടെ ജീവിതത്തിന് ചുറ്റും MK സാനു എന്നുള്ള നിരൂപകൻ അധ്യാപകൻ നടത്തുന്ന ഒരു അന്വേഷണമാണ് ഈ ഒരു കൃതിയുടെ അടിസ്ഥാനം. VT ഭട്ടതിരിപ്പാടിന്റെ കണ്ണീരും കിനാവും എന്ന ആത്മകഥയോട് കൂടിയാണ് നമ്മുടെ പേപ്പർ 2-ന്റെ സിലബസ് അവസാനിക്കുന്നത്. അപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയിലെ മലയാളം പേപ്പർ 2 നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം 21 കൃതികളെ പറ്റിയിട്ടും കൃത്യമായിട്ടുള്ള ധാരണ നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അടുത്തൊരു ചോദ്യം വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു എസ്സേ, അതായത് 2 എസ്സേ നമ്മൾ എഴുതണം ഒരു എസ്സേ പേപ്പറിനകത്ത്. അപ്പോൾ 2-ലും നമ്മൾ യൂസ് ചെയ്യേണ്ട സ്ട്രാറ്റജിക്ക് വല്ല വ്യത്യാസം ഉണ്ടോ എന്നുള്ള ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നു, കാരണം എല്ലാ ടോപ്പിക്സും വളരെയധികം ആബ്സ്ട്രാക്റ്റ് ആയിരുന്നു. അപ്പം ഇങ്ങനെ വളരെയധികം ആബ്സ്ട്രാക്റ്റ് ആയിട്ട് വരുമ്പം നമുക്ക് 2 എസ്സേയിൽ ഒരേപോലത്തെ ടെക്നിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ ചെയ്തിരുന്നതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ എസ്സേ എഴുതിയപ്പം അത് ജനറൽ സ്റ്റഡീസ് അപ്രോച്ചാണ് ഉപയോഗിച്ചത്. ജനറൽ സ്റ്റഡീസ് 1, 2, 3, 4 എന്നുള്ള രീതിയിൽ അതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ട് അതാണ് അതിൽ യൂസ് ചെയ്തിരുന്ന ഒരു സ്റ്റൈല്. പക്ഷെ പേപ്പർ 2 രണ്ടാമത്തെ എസ്സേ വന്നപ്പോൾ അതിൽ ഞാൻ തന്നെ വിളിക്കുന്ന സ്റ്റേക്ക് ഹോൾഡർ അപ്രോച്ച് എന്നാണ്. അതായത് പലതരം സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ അതിനെ എങ്ങനെ അത് ആ ടോപ്പിക് ഇമ്പാക്ട് ചെയ്യുന്നു എന്നാണ് നമ്മളതിൽ കാണിക്കുന്നത്. അപ്പം അന്നത്തെ എസ്സേയിൽ എനിക്കൊന്ന് രണ്ടാമത്തെ ടോപ്പിക്കും വളരെയധികം ആബ്സ്ട്രാക്ട് ആയ ടോപ്പിക്കാണ്. അതായത് പാസ്റ്റ് ഇസ് എ പെർമനന്റ് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആൻഡ് വാല്യൂസ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു, അതായത് ഞാൻ ഉപയോഗിച്ച സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ വിമൻ, ചിൽഡ്രൻ, പിന്നെ സൊസൈറ്റി ആസ് എ ഹോൾ, അഡ്മിനിസ്ട്രേഷൻ, ഗവൺമെന്റ്, പിന്നെ രാജ്യം, കൺട്രി ആസ് എ ഹോൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുവാണെങ്കിൽ ആദ്യം നമുക്ക് ഈ പാസ്റ്റ് ഇസ് എ പെർമനന്റ് ഡയമെൻഷൻ ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് ആൻഡ് വാല്യൂസ്, ഇത് കുട്ടികളെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കിത് എഴുതാം, any child who has any past history of abuse
ഇൻ ഹിസ് ചൈൽഡ്ഹുഡ്. അത് ആ കുട്ടി എങ്ങനെ ക്രൈമിലേക്കും പോകുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റൽ സ്റ്റേജിൽ അതിനെ എങ്ങനെ ഈ പാസ്റ്റ് എഫക്ട് ചെയ്യുന്നു. ഇത് നമുക്ക് പല പല സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടി എഴുതാം. അപ്പൊ ആദ്യത്തെ നമ്മൾ ജനറൽ സ്റ്റഡീസ് യൂസ് ചെയ്യുമ്പോഴും ഇതിൽ നമ്മൾ വേറൊരു രീതി യൂസ് ചെയ്യുമ്പോഴും രണ്ട് എസ്സേസിലും നമ്മൾ എഴുതുന്ന രീതി, നമ്മൾ കൊണ്ടുവരുന്ന സ്ട്രക്ചറിലും വളരെയധികം വ്യത്യാസം കാണും. ബാക്കി നമ്മൾ ഓവറോൾ എല്ലാ ടെക്നിക്സും സെയിം ആയിരിക്കും. അതായത് ഫ്ലൂയിഡിറ്റി വേണം, കുറച്ച് ക്രിസ്പായിട്ടുള്ള സാധനങ്ങൾ വേണം, എന്നിട്ട് നമ്മൾ എഴുതുന്ന ലാംഗ്വേജ് വളരെയധികം സിമ്പിൾ ആയിരിക്കണം. പിന്നെ പറ്റുന്നിടത്തൊക്കെ നമ്മൾ കോഡ്സ് ഉപയോഗിക്കണം. കോഡ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിമൻ എംപവർമെന്റ് 2 കോഡ്സ്, അത് ഗാന്ധിജിയുടെയോ സ്വാമി വിവേകാനന്ദന്റെയോ കോഡ്സ് നമുക്ക് ആദ്യം തന്നെ എഴുതി കുറച്ച് പ്രാക്ടീസ് ചെയ്ത് വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം ഈ കോഡ്സ് നമുക്ക് ആ ടൈമിൽ ഓർമ്മ വരണമെങ്കിൽ നമ്മളത് കുറച്ച് റിവൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതേപോലെ ചൈൽഡ് സ്പെസിഫിക് ആയിട്ടുള്ള കോഡ്സ്, ഇപ്പം ചൈൽഡ് സ്പെസിഫിക് നെൽസൺ മണ്ടേലയുടെ കോട്ടുകളുണ്ട്. അതേപോലെ നമ്മൾ മദർ ടെരേസ, അങ്ങനത്തെ കുറെ കോഡ്സും. പിന്നെ നമ്മളിന്ന് ഫിലോസഫിയുടെ കാര്യം പറയുന്നുണ്ട്, കുറച്ച് ബേസിക് ഫിലോസഫി നമുക്ക് എത്തിക്സ് പേപ്പർ 4-ലുണ്ട്. അപ്പം അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു നമുക്ക് ഓൾട്രോയിസം അതേപോലത്തെ കുറെ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ട്. പിന്നെ ബേസിക് ആയ ഫിലോസഫിക്കൽ തോട്ട്സ് കുറച്ചൊക്കെ അറിഞ്ഞിരിക്കുക. കാണ്ട് പറ്റുന്നിടത്ത് കാണ്ട് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് പൊളിറ്റിക്കൽ ഫിലോസഫിയുടെ കുറച്ച് അവിടെ ഇവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് എസ്സേയിൽ ആസ് എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാവുന്നതാണ്, യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇങ്ങനത്തെ തിയറീസ് ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ആബ്സ്ട്രാക്ട് ആയ ടോപ്പിക്കുകൾ നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. പലതരം ആബ്സ്ട്രാക്ട് ടോപ്പിക്സും ഓപ്പൺ ടു ഇന്റർപ്രിട്ടേഷൻ ആണ്. നമ്മൾ അതിനെ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ എസ്സേ പോകുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യണമെങ്കിൽ മാക്സിമം ഡയമെൻഷൻസ് കവർ ചെയ്യണം. അതുകൊണ്ടാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജനറൽ സ്റ്റഡീസിലെ പേപ്പർ 1, 2, 3, 4 എന്നുള്ള ഒരു കാര്യം നമ്മൾ യൂസ് ചെയ്യാമെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു ഡയമെൻഷൻ്റെ ഐഡിയ കിട്ടും. അപ്പോൾ അത് നമുക്ക് ജനറൽ സ്റ്റഡീസ് 1 ആണെങ്കിൽ നമുക്ക് ഈ ഒരു ടോപ്പിക്കിനെ കൾച്ചറിൽ നിന്ന് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ഹിസ്റ്റോറിക്കൽ ആംഗിളിൽ നിന്ന് നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ജോഗ്രഫിക്കൽ ആസ്പെക്ട് എന്തോ നോക്കാം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ 1200 വേർഡ്സ് വളരെയധികം ഹോളിസ്റ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ഫിലോസഫിയിലെ ഒരു ഡൗട്ട്. ഫിലോസഫിയുടെ ബുക്ക് ലിസ്റ്റ് ഞാൻ റെഫർ ചെയ്ത കാര്യം ഇപ്പം ഞാൻ പറയാം. മെയിൻലി പേപ്പർ 1-ന് ദത്ത ആൻഡ് ചാറ്റർജി നമ്മുടെ സ്റ്റാൻഡേർഡ് ബുക്സ് തന്നെയാണ് ഞാൻ ഫോളോ ചെയ്തത്. പ്ലസ് ഇപ്പോൾ ഫിലോസഫി ഒക്കെ ആകുമ്പോൾ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അവിടുത്തെ ആ ഒരു ബേസിക് നോട്ട്സ് അത് എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം അതിൻ്റെ കൂടെ ഒരു വാല്യൂ അഡിഷൻ മാത്രം നടത്തിയാൽ മതി. ഞാനത് മാത്രമേ നടത്തിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ. എൻ്റെ ബേസിക്കലി ആ ഫണ്ടമെന്റൽ നോട്ട്സ് മഹേശ്വറിന്റെ നോട്ട്സ് തന്നെയായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ഫ്രം ദത്ത ആൻഡ് ചാറ്റർജി. ഫോർ എക്സാമ്പിൾ ഇപ്പം ബുദ്ധിസത്തിന്റെ കുറച്ച് അധികം ടോപ്പിക്സ് ഞാൻ ബുക്കിൽ നിന്ന് തന്നെ വായിച്ചിട്ടുണ്ട്. അതിപ്പോ നമ്മള് ബുക്ക് റെപ്പറ്റേറ്റീവ് റീഡിങ്സ് നിന്ന് നമുക്കത് ചിലപ്പോൾ ക്ലിയർ ആകത്തുള്ളൂ. ആ കോൺസെപ്റ്റ് നമ്മൾക്ക് ശരിക്കും മനസ്സിലാക്കുക. പിന്നെ സാൻസ്ക്രിറ്റ് വേർഡ്സ് അതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ള പോലെ തന്നെ മാക്സിമം റിപ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. പക്ഷെ അതൊരു ഇപ്പൊ എന്താ പറയുക, അതില്ലെങ്കിൽ അതൊരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അത് നമ്മളെ സ്കോർ ചെയ്യാൻ സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ കഴിവതും സാൻസ്ക്രിറ്റ് വേർഡ്സ് ഞാൻ ഓർത്ത് വെച്ച് ഞാൻ ആൻസേഴ്സിൽ റിപ്രൊഡ്യൂസ് ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ബുദ്ധിസം, പിന്നെ ന്യായയുടെ പ്രൂഫ്സ് ഫോർ ഗോഡ് ബുക്കിൽ നിന്ന് ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്സിൽ നിന്ന് തന്നെയാണ് പഠിച്ചത്. പിന്നെ അങ്ങനത്തെ 2-3 ചാപ്റ്റേഴ്സ് ജൈനിസം, പിന്നെ യോഗ, അതൊക്കെ ഒന്ന് ദത്ത ആൻഡ് ചാറ്റർജി ബുക്കിനകത്തുനിന്ന് ഈ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ സി ഡി ശർമ്മ, ഇതൊക്കെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് മാത്രമാണ്. നമുക്ക് ആ ബേസിക് നോട്ട്സിന് ഉപരിയായിട്ട് നമ്മൾ വായിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. പേപ്പർ 2-ൽ ഞാൻ പിന്നെ പറയുകയാണെങ്കിൽ പേപ്പർ 2 ഏതൊരു ഓപ്ഷണൽ സബ്ജക്റ്റിനെ പോലെ തന്നെ ഇതൊരു ആപ്ലിക്കേഷൻ ലെവലാണ്. നമ്മൾ 1-ൽ പഠിച്ച ഇന്ത്യൻ ഫിലോസഫിയിൽ മെയിൻലി പഠിച്ച കുറെ കോൺസെപ്റ്റ്സ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം പേപ്പർ 2-ന്റെ സിലബസ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം. അതിനകത്ത് ഇപ്പോൾ സോഷ്യോ പൊളിറ്റിക്കൽ ഫിലോസഫി, പിന്നെ റിലീജിയസ് ഫിലോസഫീസിൽ മെയിൻ ഈ സോള്, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ ഇപ്പം റീബർത്ത്, അങ്ങനത്തെ കുറെ കോൺസെപ്റ്റ്സ് നമ്മൾ 1-ൽ പഠിക്കുന്നതാണ്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ട് എന്ന് ശരിക്കും നമുക്ക് കാണിക്കാൻ പറ്റുന്നത് പേപ്പർ 2-ലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പേപ്പർ 2 നമുക്ക് ശരിക്കും എൻജോയ് ചെയ്ത് എഴുതാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. ഞാൻ ഏറ്റവും എൻജോയ് എഴുതിയ പേപ്പറും പേപ്പർ 2 തന്നെയാണ്. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കിയിട്ടുള്ള വൈമസിയുടെ റിലീജിയസ് ഫിലോസഫി അതൊരു വൺ ഓഫ് ദ ബെസ്റ്റ് ബുക്സ് ആണ്. അത് എല്ലാം ഇപ്പൊ കവർ ടു കവർ വായിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അതിനകത്ത് ഞാൻ പേഴ്സണലി വായിച്ച കുറച്ച് ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എൻലൈറ്റൻമെന്റ്, അപ്പം അതിന്റെ കുറെ അധികം എക്സാമ്പിൾസ് അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ വിവേകാനന്ദന്റെ, ഇപ്പൊ സ്വാമി വിവേകാനന്ദ, അല്ലെങ്കിൽ പിന്നെ രാമകൃഷ്ണ, അങ്ങനത്തെ കുറെ ആൾക്കാരുടെ എക്സ്പീരിയൻസ് അതിനകത്ത് പാരഫ്രൈസ് ചെയ്തിട്ടുണ്ട് പല പാരഗ്രാഫ്സിലും.
സോ അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. കാരണം നമുക്ക് എക്സാമ്പിൾസ് വളരെയധികം കോട്ട് ചെയ്യാൻ പറ്റും. അത് നമ്മളെ സ്കോർ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും. പിന്നെ അതിനും പേപ്പർ 2-നും പിന്നെ ഇതിന്റെ ബേസിക്കലി നമ്മൾ ആൻസർ റൈറ്റിംഗ് തന്നെയാണ്. ഈ ബുക്സ് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പേപ്പർ 2-ൽ നമ്മൾ എഴുതി നമ്മൾ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനേ പറ്റത്തുള്ളൂ. നമ്മുടെ അടുത്ത ചോദ്യം, സിവിൽ സർവീസ് പരീക്ഷയിൽ മലയാളം പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, പുസ്തകങ്ങളിൽ പരന്ന വായനയാണോ ആവശ്യം, അല്ല ചില പുസ്തകങ്ങളിൽ ആഴത്തിലേറിയ വായനയാണോ ആവശ്യം എന്നുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയിലെ പേപ്പർ 2-ന്റെ പുസ്തകങ്ങൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്നത് ഈ പുസ്തകങ്ങളൊക്കെ വാങ്ങി ഈ പുസ്തകങ്ങളൊക്കെ ശേഖരിച്ച് ഇതിലൂടെ ആദ്യ വായന നടത്തുക എന്നുള്ളതാണ്. നമ്മളൊരു പുസ്തകം ആദ്യം വായിക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന ഒരു വികാരമുണ്ട്. ഒരു പുസ്തകം ഒരുപക്ഷെ നമുക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ഭാഷയായിരിക്കില്ല. ചിലപ്പോൾ എഴുത്തുകാരനോ എഴുത്തുകാരിയോ പറഞ്ഞു നിർത്തിയതിനപ്പുറത്തേക്ക് ചില കാര്യങ്ങൾ നമുക്ക് ആലോചിക്കാൻ കഴിയുന്നുണ്ടാവും. ഇങ്ങനെ ഒരു പുസ്തകം നമ്മൾ ആദ്യം എടുത്ത് വായിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു അനുഭവം, ആദ്യത്തെ വായനാനുഭവം ഒന്ന് രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് നമുക്ക് പിന്നീട് ഉത്തരങ്ങളൊക്കെ എഴുതുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന ഒന്നാണ്. 2, നമ്മുടെ 21 കൃതികളും മലയാളത്തിലെ പ്രമുഖരായിട്ടുള്ള എഴുത്തുകാരൊക്കെ വളരെയധികം പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹിത്യ പഠനങ്ങൾ, വിമർശനങ്ങളൊക്കെ എടുത്തു വായിക്കുമ്പോൾ നമ്മൾ കാണാത്ത ഒരു കൃതിയുടെ മറ്റ് തലങ്ങൾ, ഒരു കൃതി എഴുതുന്ന സമയത്ത് ആ കാലഘട്ടത്തെപ്പറ്റി, ആ കാലഘട്ടവുമായിട്ട് ആ കൃതി സംബന്ധിച്ച കാര്യങ്ങളെപ്പറ്റി, ആ കാലഘട്ടം കഴിഞ്ഞ് പുതിയ കാലഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എത്രമാത്രം ആ കൃതിയുടെ സംവേദന ശക്തി നിലനിന്ന് പോകുന്നുണ്ട്, ഇങ്ങനെയുള്ള പലതരം കാര്യങ്ങളെ പറ്റി നമുക്ക് അന്വേഷിക്കാൻ വേണ്ടി കഴിയും. ഈ ഒരു തരത്തിലേക്ക് ചിന്തിക്കാൻ ഒരുപക്ഷെ ഒരു കൃതിയുടെ പഠനങ്ങൾ വായിക്കുന്നത് വഴി നമുക്ക് അത്തരത്തിലുള്ള ഒരു ചിന്താഗതിയിലോട്ട് മാറാൻ വേണ്ടി കഴിയും. മൂന്നാമതായിട്ട്, പുതിയ ആനുകാലികങ്ങളിലും സാഹിത്യ മാസികകളിലും ഒക്കെ വരുന്ന നമ്മുടെ കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വായിക്കുന്നതും നമുക്ക് ആ കൃതിയെ വളരെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ ഉപകരിക്കും. ഇങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള വായന, ഈ പരന്ന വായന എന്നുള്ളത് സിലബസ് മുൻനിർത്തിക്കൊണ്ട് തന്നെയുള്ള പരന്ന വായനയെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. കാരണം സിലബസിന് അപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ വായിക്കുന്നത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ കൂടുതലും ഉപകാരപ്പെടണം എന്നില്ല. അപ്പോൾ ഈ വായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ സിലബസിന്റെ ചട്ടക്കൂട് നിർത്തിക്കൊണ്ട് ചോദ്യത്തിന് അനുസൃതമായ രീതിയിൽ, ആവശ്യമായ രീതിയിൽ ഉത്തരങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പരന്ന വായന എന്നുള്ളത് സിലബസ് മുൻനിർത്തിക്കൊണ്ടുള്ള പരന്ന വായന, അതിനെ ഉത്തരങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ, ചോദ്യത്തിന് ആവശ്യമായിട്ടുള്ള ഉത്തരങ്ങളിലേക്ക് വളരെ കൃത്യം യഥോചിതമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇപ്പം നമ്മൾ കേട്ടത് ഫിലോസഫി ആൻസർ റൈറ്റിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ അതേപോലെ ഒരു ക്വസ്റ്റ്യൻ ജനറൽ സ്റ്റഡീസിൽ ആൻസർ റൈറ്റിങ്ങിനെ പറ്റിയും വന്നിട്ടുണ്ട്. ഇപ്പോൾ ജനറൽ സ്റ്റഡീസിൽ ആൻസർ റൈറ്റിങ്ങും ഏതൊരു സബ്ജക്റ്റിലും, ഇപ്പോൾ ഫിലോസഫിയുടെ കാര്യം തന്നെ പറഞ്ഞ പോലെ നമ്മൾ ആൻസർ റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. കാരണം എല്ലാ ദിവസവും പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ആൻസർ റൈറ്റിംഗ്. ആൻസർ റൈറ്റിംഗ് ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുവാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആണ്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമ്മൾ നോർമൽ ഒരു ജോഗ്രഫിയുടെ സ്കൂൾ ലെവൽ പേപ്പർ ആണെങ്കിൽ നമ്മൾ അതിനകത്ത് വൈൽഡ് ലൈഫിനെ പറ്റി മാത്രമേ എഴുതുള്ളൂ. പക്ഷേ സിവിൽ സർവീസിന്റെ ഒരു പേപ്പറിൽ നമുക്കത് മാക്സിമം ഇന്റർലിങ്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പം അതിനകത്തൊരു നല്ലൊരു ക്രിസ്പ് ആയിട്ടുള്ള ഒരു ചെറിയൊരു 3 to 4 ലൈൻ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കാം. അതിനകത്ത് നമുക്ക് എഴുതാം, ഇന്ദിരാഗാന്ധി സ്റ്റോക്ക്ഹോം കോൺഫറൻസിന് ശേഷം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ വന്നു. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഇന്ത്യയിൽ വന്നതിന് ശേഷം എങ്ങനെ വൈൽഡ് ലൈഫ് സിറ്റുവേഷനിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടായി, പിന്നെ ഈ ഒരു കാര്യം എഴുതാം. എന്നിട്ട് നമുക്ക് ഫൈനൽ അത് ബാക്കി നമ്മുടെ എന്താണ് ടൈഗർ കൺസർവേഷന് വേണ്ടി നമുക്ക് ഈ രാജ്യത്തിലുള്ള നിയമങ്ങൾ, പ്രൊജക്ട് ടൈഗർ എന്തുവാണ്, അതിനെക്കുറിച്ചൊക്കെ എഴുതാം. എന്നിട്ട് ഫൈനൽ ഒരു നല്ലൊരു കൺക്ലൂഷൻ കൊടുക്കുക. അതായത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSP, അതിനകത്ത് DPSPയുടെ ആർട്ടിക്കിൾ 48 എഴുതിയിട്ടുണ്ട്, ദാറ്റ് എൻവയറൺമെന്റ് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ്. അപ്പോൾ ഇത് നമുക്കൊരു ഗവൺമെന്റ് മാൻഡേറ്റഡ് ആയിട്ട് ഒരു കാര്യമാണ്. എന്നിട്ട് അതേപോലെ തന്നെ ഫൈനൽ നമുക്ക് എഴുതാം. ഇപ്പം കുറച്ചത് കറണ്ട് അഫയേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യാം. എങ്ങനെ നമ്മുടെ കറണ്ട് ലേറ്റസ്റ്റ് കൗണ്ട് അനുസരിച്ച് എത്ര ടൈഗേഴ്സ് ഈ രാജ്യത്തുണ്ട്, 3000 ടൈഗേഴ്സ് പ്ലസ് സംതിങ് അറൌണ്ട് ടൈഗേഴ്സ് ഈ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ നമ്മൾ എഴുതുവാണെങ്കിൽ നമുക്ക് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഹോളിസ്റ്റിക് ആയിട്ട് അറിയാം എന്ന് ഇൻവിജിലേറ്റർക്ക് മനസ്സിലാവും. ആ ഒരു കാര്യത്തിന് നമുക്ക് എപ്പോഴും ഇത് പല രീതിയിൽ ലിങ്ക് ചെയ്തിട്ട് എഴുതണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ആൻസറിൽ ഒരു നല്ല ഇൻട്രൊഡക്ഷൻ, പിന്നെ അതിന്റെ ബേസിക് ആയ ടോപ്പിക്സ്, അതുകൂടാതെ അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആയിട്ട് പറ്റുമെങ്കിൽ ലിങ്ക് ചെയ്യുക, പിന്നെ കറണ്ട് അഫയേഴ്സുമായിട്ട് എന്താണ് ആ ടോപ്പിക്സുമായിട്ട് റിലേറ്റഡ് ഇപ്പം നടക്കുന്നുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് എഴുതി ചെയ്യാവുന്നതാണ്. അങ്ങനെ ചെയ്യാമെങ്കിൽ നമുക്ക് ഈ ആൻസർ കുറച്ചുകൂടെ ഒരു ഹോളിസ്റ്റിക് ആയി കിട്ടും. അല്ലാതെ നമ്മൾ വെറുതെ ആ ടോപ്പിക്കിനെ മാത്രമാണ് എഴുതുന്നതെങ്കിൽ ഇപ്പം നമുക്ക് ഒരു 4-5 മാർക്കായിരിക്കും കിട്ടുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ അതിനെ വളരെയധികം ഹോളിസ്റ്റിക് ആയിട്ട് ഇന്റർലിങ്ക് ചെയ്തിട്ട് എഴുതുവാണ്, നമ്മുടെ പ്രിയാമ്പിൾ ആയിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ആർട്ടിക്കിൾസുമായിട്ട് നമുക്ക് അത് ലിങ്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഒരു ആൻസർ വളരെയധികം കംപ്ലീറ്റ് ആയിരിക്കും. എസ്പെഷ്യലി നമുക്ക് ഈ മെയിൻസിൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെയിൻസ് ഒരു റിലേറ്റീവ് എക്സാം ആണ്.
ഒബ്ജക്റ്റീവ് അല്ല, സബ്ജക്റ്റീവ് ആണ്. എങ്ങനെ നിങ്ങൾ ആൻസർ എഴുതുന്നു, എങ്ങനെ നിങ്ങൾ അതിനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എത്ര മാർക്ക് കൂടുതൽ കിട്ടും എന്നുള്ളതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോരോ മാർക്കിനാണ് പലപ്പോഴും സർവീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് നമ്മൾ മെയിൻസിൽ പറ്റുന്ന എത്ര നല്ല രീതിയിൽ ഒരു ആൻസറിനെ പ്രസന്റ് ചെയ്യുക. ആൻസർ റൈറ്റിംഗിൽ നമ്മൾ എഴുതുമ്പോൾ പറ്റുന്നിടത്ത് ബുള്ളറ്റ് പോയിന്റ്സ്, കുറെ അടുത്ത് പാരഗ്രാഫ്സ്, കുറെ അടുത്ത് ഫ്ലോ ചാർട്ട്സ്, പിന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള എക്സാമ്പിൾസ്, ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഒരു ആൻസർ ശരിക്കും എഴുതേണ്ടത്. അങ്ങനെ എഴുതിയാൽ നമ്മുടെ ആൻസേഴ്സ് വളരെയധികം പ്രസന്റബിൾ ആയിരിക്കും. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയൊരു എയിം തന്നെ ആൻസർ റൈറ്റിംഗിൽ. അതായത് നമ്മുടെ ആൻസർ മാക്സിമം പ്രസന്റബിൾ ആയിരിക്കണം. ഇൻവിജിലേറ്റർക്ക് ചെക്ക് ചെയ്യുമ്പോൾ മാർക്ക് തരണം എന്ന് തോന്നുന്നു. അതാണ് നമ്മൾ ശരിക്കും അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ നല്ലതായിട്ട് ഇങ്ങനെ ആൻസേഴ്സ് എഴുതണമെങ്കിൽ ആദ്യം നമ്മളൊരു ഒരു വർഷത്തെങ്കിലും പ്രാക്ടീസ് ഇതിന് നല്ലതായിട്ട് വേണം. കാരണം ജനറൽ സ്റ്റഡീസിനെ നമുക്ക് ഡെപ്തിൽ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഫ്രഷേഴ്സിന് വേണ്ടി സ്പെഷ്യലി ഉള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മളെ NCERTയും ബേസിക് ബുക്സും ഒക്കെ പഠിച്ചിട്ട് പിന്നെ സിവിൽ സർവീസിൽ സ്പെസിഫിക് ആയ ബുക്കുകൾ പഠിക്കുക. ഇതൊരു വർഷത്തെ പ്രാക്ടീസിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ ആൻസേഴ്സ് എഴുതാൻ പറ്റും. അപ്പോൾ ആദ്യം ഇനിഷ്യലി നമ്മൾ ആൻസർ റൈറ്റിംഗിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമ്മുടെ ബേസിക് നോളജും നമ്മുടെ ഡൊമൈൻ നോളജും കുറച്ച് ബിൽഡപ്പ് ചെയ്യുക. ഇത് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ആൻസർ റൈറ്റിംഗിലേക്ക് മൂവ് ചെയ്യാൻ പറ്റൂ. കാരണം ആദ്യം നമുക്ക് ഇതൊന്നും അറിയില്ലായിരിക്കും. ഇത് അറിയാതെ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ആ ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്തിട്ട് സ്ലോലി സ്റ്റഡിലി നമുക്ക് സ്റ്റേജസിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവസാനം ആകുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടെ ആൻസർ റൈറ്റിംഗിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഒരു 4-5 മാസം നമ്മൾ പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് ഡെയിലി ബേസിസിൽ ഒരു 2 ആൻസർ എഴുതുന്നത് ജനറൽ സ്റ്റഡീസിലെ ആൻസർ റൈറ്റിംഗ് വളരെ നല്ലൊരു കാര്യമായിരിക്കും. ഇനിയിപ്പോ ഞാൻ വേറൊരു ആസ്പെക്റ്റിലോട്ട് പോവാം. വേറൊരു ക്വസ്റ്റ്യൻ വന്നത് എങ്ങനെ നമ്മൾ പ്രിലിംസിന് എലിമിനേറ്റ് ചെയ്യും ഓപ്ഷൻസ്. എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഏതൊരു പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒരാളോട് ചോദിച്ചാലും മോസ്റ്റ് പ്രോബബ്ലി അവർ പറയാൻ പോകുന്നത് ഒരിക്കലും നമ്മൾ ഒരു ആൻസറിന്റെ ആബ്സല്യൂട്ട് ആയിട്ട് ഇതാണ് ആൻസർ എന്നറിഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് ചെയ്യാൻ പറ്റുമെങ്കിൽ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല, ഒരു സേഫ്റ്റി നെറ്റിന് വേണ്ടി. കാരണം ഇപ്പൊ നമുക്ക് എല്ലാം ഈ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ തന്നെ ഇപ്പം ഒരു ഓപ്ഷനിൽ തന്നെ 2 ചോയ്സ് കാണും. ഇപ്പൊ 2 and 3 അല്ലെങ്കിൽ 2 and 1, 1 and 2, 1, 2, 3 അങ്ങനത്തെ കുറെ ഓപ്ഷൻസ് കാണും. അപ്പൊ ഏറ്റവും സേഫസ്റ്റ് ബെറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ C ആണെന്ന് ആൻസർ എങ്കിൽ A മാറ്റി B അല്ല D അല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തിയിട്ട് അപ്പോൾ ഒബ്വിയസ്ലി ലോജിക്കൽ കൺക്ലൂഷൻ അതിന്റെ ആൻസർ C ആയിരിക്കും. അങ്ങനെ എത്തിച്ചേരുന്ന തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ഓർക്കും ഇതൊക്കെ ഇപ്പൊ എങ്ങനെ ഇത്രയും സമയത്തിനുള്ളിൽ ചെയ്യണം. അത് തന്നെയാണ് ഓരോ ആൻസറിനും നമുക്ക് ഇത്രയായിട്ടുള്ള ഒരു ടൈം അലോട്ട് നമ്മൾ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ക്വസ്റ്റ്യന്. അപ്പൊ അതിനുള്ളിൽ തന്നെ ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്ത് കഴിയണം. അതിനെ നമുക്ക് പ്രാക്ടീസ് കൊണ്ട് ചെയ്യാൻ പറ്റും. ഞാനിപ്പോ ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം 2018 preliminary ഒരു question, which of the following leaf modifications occurs in the desert areas to inhibit water loss? അപ്പൊ അതിന്റെ ഇപ്പം 1 hard and waxy leaves, 2 tiny leaves, 3 thorns instead of leaves. അപ്പൊ അതിന്റെ സെലക്ട് ദ കറക്റ്റ് ആൻസേഴ്സ്. A എന്ന് പറയുന്ന ഓപ്ഷൻ 2 and 3 only, B 2 only, C 3 only and D 1, 2 and 3. അപ്പൊ ഇതിനകത്ത് നമുക്കിപ്പോ പ്രൈമ ഫേസ് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ വാട്ട് ആർ ദ ലീഫ് മോഡിഫിക്കേഷൻസ് ഇൻ ഡെസേർട്ട് ഏരിയാസ്. അപ്പൊ കീ വേർഡ്സ് എന്ന് പറഞ്ഞാൽ ഡെസേർട്ട് ഏരിയാസ് ആണ്, പിന്നെ ടു ഇൻഹിബിറ്റ് വാട്ടർ ലോസ് ആണ്. അപ്പൊ നമ്മുടെ എയിം എന്ന് പറഞ്ഞാൽ വാട്ടർ ലോസ് പ്രിവെന്റ് ചെയ്യണം, അതിന്റെ മോഡിഫിക്കേഷൻസ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ്. ഇൻ കേസ് ഇപ്പൊ ഞാൻ അത് ഐ എം നോട്ട് ദാറ്റ് ഷുവർ, ദെൻ ടൈനി ലീവ്സ് ഓക്കെ, ദെൻ തോൺസ് ഇൻസ്റ്റെഡ് ഓഫ് ലീവ്സ്. അപ്പോൾ ഒരു സാധാരണ ഇപ്പൊ ഇത് ഞാൻ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ തന്നെ തോൺസ്, ഡെസേർട്ട് പ്ലാന്റ്സിൽ തോൺസ് കണ്ടുവരുമോ എന്നുള്ള കാക്ടസ് ആലോചിച്ചാൽ മതി. തോൺസ് അപ്പോൾ ഉണ്ട്. അപ്പൊ തേർഡ് ഓപ്ഷൻ ഉള്ള ഒരു ചോയ്സ് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ അത് നോക്കുക. അപ്പൊ എയ്ക്കകത്ത് 3 ഉണ്ട്, സിക്കകത്ത് 3 ഉണ്ട്, ഡിക്കകത്ത് 3 ഉണ്ട്. അങ്ങനെ സെക്കൻഡ് ഓപ്ഷൻ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. അപ്പൊ തന്നെ 3 ഇല്ലാത്ത എല്ലാ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ ACD. പിന്നെ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് അല്ലെങ്കിൽ ടൈനി ലീവ്സ്. അപ്പൊ ടൈനി ലീവ്സ് ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ ലീവ്സിന്റെ സൈസ് കുറയും തോറും അതിന്റെ സർഫസ് ഏരിയ കുറയും. അപ്പം അതിന്റെ റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ അല്ലെങ്കിൽ ആ ഒരു വാട്ടർ ലൂസ് ചെയ്യാനുള്ള അതിന്റെ ടെൻഡൻസി അല്ലെങ്കിൽ അതിന്റെ ഒരു കേപ്പബിലിറ്റി അത് പ്രൊപ്പോർഷണലി റെഡ്യൂസ് ആവും. ഇപ്പൊ അങ്ങനെയും പോയില്ല, ഇപ്പൊ ആ ഒരു ചിന്ത നിങ്ങൾക്ക് പോയില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഹാർഡ് ആൻഡ് വാക്സി ലീവ്സ് അതും ഒരു ഈ തോൺസ് പോലെ തന്നെ മിക്ക ഇപ്പൊ ഡെസേർട്ട് പ്ലാന്റ്സിനെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴും അറിയാവുന്നതാണ്. വാക്സി ആകുമ്പോൾ ആ ഒരു ഇവാപ്പറേഷന്റെ റേറ്റ് പിന്നെ റിഡ്യൂസ് ആവും. അപ്പൊ അതൊരു ഫേവറബിൾ അഡാപ്റ്റേഷൻ തന്നെയാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി 1ഉം 3ഉം ഉള്ള ഒരു ചോയ്സ് തന്നെയാണ് ഇതിന്റെ ആൻസർ. അപ്പൊ നോക്കുവാണെങ്കിൽ എയ്ക്ക് അത് 1ഉം 3ഉം ഇല്ല, 2 and 3 ഉള്ളൂ. B
നമ്മൾ നേരത്തെ എലിമിനേറ്റ് ചെയ്തു. സി 3 ഓൺലി ആണ്, അതിനകത്ത് 1 ഇല്ല. അപ്പോൾ 1ഉം 3ഉം ഒരുമിച്ച് വരുന്ന ആകെ ഒരു ഓപ്ഷൻ ഡി ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് അവിടെ വന്ന് എത്താം. ഇപ്പൊ അതുപോലെ തന്നെ അത് ഇപ്പൊ നമുക്ക് അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ 2 ഓപ്ഷൻസ് നമ്മൾ തറവാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ ഒരെണ്ണം ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒന്നല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 2 കൊണ്ടുവെക്കാം. 2 ചോയ്സസിൽ കൊണ്ടുവെക്കുന്ന ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇപ്പൊ അതും അറിയത്തില്ല. ഇപ്പൊ ടൈനി ലീവ്സ് അല്ലെങ്കിൽ ഇപ്പൊ 2 എണ്ണമേ ഇതിനകത്ത് ശരിയാണെന്ന് ഉറപ്പുള്ളൂ, അല്ലെ 2 and 3 എന്ന് ഓപ്ഷൻ എടുത്തോ. അപ്പൊ നമുക്ക് എയും ഡിയും ആയി നമ്മുടെ മുന്നിലുള്ള ഇതിൽ 2 ഏതെങ്കിലും ആണെന്ന് ഉറപ്പാണ്. അപ്പൊ ഞാൻ പേഴ്സണലി ചെയ്തതെന്ന് വെച്ചാൽ ആ ഒരു സൈക്കിളിൽ നിന്ന് ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്ന ആ ഒരു സൈക്കിളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ തൊടത്തില്ല, ഞാൻ സർക്കിൾ ചെയ്ത് വെക്കും. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ക്വസ്റ്റ്യൻസിൽ ആദ്യം തൊട്ട് അവസാനം വരെ പിന്നെ ഒന്ന് ഓടിച്ചു വിട്ട് പോകുമ്പോൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഞാൻ 2 ഓപ്ഷൻസ് കൊണ്ടുവച്ച ഒക്കെ ഞാൻ ഗസ് ചെയ്യും. കാരണം അതൊരു കാൽക്കുലേറ്റഡ് ഗസ്സസ് ആണ്. അങ്ങനത്തെ ഒരു 10 എണ്ണം ഉണ്ടെങ്കിൽ ഒരു 5 എണ്ണം ഒരു 6 എണ്ണം ശരിയായാലും നമുക്ക് പോസിറ്റീവ് മാർക്ക് തന്നെയാണ് കിട്ടാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ എലിമിനേറ്റ് ചെയ്ത് ആൻസേഴ്സ് എടുക്കാം. ഇനി അടുത്തൊരു ചോദ്യം, ഉത്തരങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുത്ത് തുടങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ആകുലതപ്പെടുന്ന ഒരു കാര്യം എങ്ങനെയാണ് നല്ല ഉത്തരങ്ങൾ എഴുതുക എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ നല്ല ഉത്തരങ്ങൾ എഴുതാനുള്ള ഒരു ലക്ഷ്യത്തിൻ്റെ പുറത്ത് നമ്മൾ ഉത്തരങ്ങൾ എഴുതാൻ ഒരുപാട് വൈകി പോകാറുണ്ട്. കാരണം നമ്മൾ എഴുതുന്ന ആദ്യ ഉത്തരം തന്നെ വളരെ നല്ലതാവണം എന്നൊരാഗ്രഹം നമ്മളിൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും ഉത്തരങ്ങൾ ശ്രമിക്കുമ്പോൾ ഒരു പേടി നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാറുണ്ട്. ആ പേടിയാണ് നമ്മൾ ആദ്യം മാറ്റിവെക്കേണ്ടത്. കാരണം നമ്മൾ എഴുതുന്ന ആദ്യത്തെ ഉത്തരം നന്നാവില്ല, ഉത്തരങ്ങൾ ഒരുപാട് തെറ്റുകൾ ഉണ്ടാവാം, ചോദ്യത്തിനനുസൃതമായിട്ട് ഉത്തരങ്ങളായിരിക്കില്ല നമ്മൾ എഴുതുന്നത്. പക്ഷേ ഉത്തരങ്ങൾ എഴുതി തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. പിന്നീട് എഴുതുന്ന ഓരോ ഉത്തരങ്ങളിലൂടെയാണ് നമ്മൾ വളരെ ക്രമാനുഗതമായിട്ടാണ് നമ്മൾ ഉത്തരങ്ങൾ വികസിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഉത്തരം എഴുതി തുടങ്ങുന്ന സമയത്ത് ആദ്യം നമ്മളൊരു കൃതി, ഈ പറഞ്ഞ 21 കൃതികളും വളരെ കൃത്യമായിട്ട് വായിച്ചിരിക്കുക, ഒന്നാമത്തെ കാര്യം. 2, ആ കൃതി വായിക്കുന്ന സമയത്ത് നമ്മൾ ആ കൃതിയിൽ നിന്ന് ഏത് കാര്യമാണ് ഉൾക്കൊള്ളുന്നത്. 2, 3, ഏതൊക്കെ പഠനം ആ കൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് കൃതികൾ നമ്മൾ എന്തൊക്കെ വായിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള നമുക്ക് ലഭ്യമായിട്ടുള്ള അറിവുകളൊക്കെ ശേഖരിച്ച് ഇതൊക്കെ കൂട്ടി ചേർത്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ ഉത്തരങ്ങൾ എഴുതുന്നത്. അതിനുപരിയായിട്ട് നമ്മൾ ആ കൃതിയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് നമ്മൾ ഒരു കൃതിയിൽ ഒരു മൗലികമായിട്ടുള്ള ഉത്തരം നമ്മൾ കൊണ്ടുവരുന്നത്. ഇനി നമ്മളൊരു ഉത്തരം എഴുതി തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എഴുതുന്ന ഉത്തരങ്ങളിലൂടെയാണ് നമ്മൾ നമ്മുടെ ഇവാലുവേറ്ററുമായിട്ട് സംവദിക്കുന്നത്. കാരണം നമ്മൾക്ക് ഉത്തരങ്ങളിലൂടെ മാത്രമേ സിവിൽ സർവീസ് പരീക്ഷയിൽ മെയിൻസിൽ സംവദിക്കാൻ അവസരമുള്ളൂ. അപ്പൊ നമ്മൾ വായിച്ചിട്ടുള്ള കാര്യങ്ങളെ ചോദ്യത്തിന് അനുസൃതമായിട്ടുള്ള ഉത്തരങ്ങളിലൂടെ അവതരിപ്പിക്കുമ്പോഴാണ് കൃതി നന്നായി വായിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ എന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുക. ഒരു ഉത്തരം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാമത്തെ കാര്യം ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നുള്ളതാണ്. ഇതിന്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒരു ചോദ്യം ലഭിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആ കൃതിയെ പറ്റിയിട്ട് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതാനുള്ള ഒരു വ്യഗ്രത ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് ചോദ്യത്തിന് യോജിക്കുന്നതാണോ അല്ലയോ എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ തന്നെ എല്ലാ കാര്യങ്ങളും എഴുതി വെക്കുന്ന ഒരു രീതി പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഒരുപക്ഷെ ആദ്യമൊക്കെ അത്തരത്തിലുള്ള തെറ്റുകൾ നമ്മളെല്ലാവരും തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ഉത്തരം നല്ലതാണെന്ന് നമുക്കൊരു തോന്നലുണ്ടാവും, പക്ഷെ അത് ആ ചോദ്യത്തിനുള്ള ഉത്തരം ആവണമെന്നില്ല. അങ്ങനെ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് നല്ല മാർക്ക് നേടുന്ന ഉത്തരമാവാൻ സാധ്യതയില്ല. അപ്പോൾ ചോദ്യത്തിന് ഉത്തരം എഴുതുക എന്നാണ് രണ്ടാമത്തെ കാര്യം. പിന്നീട് മുൻവർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ എടുത്തൊന്ന് പരിശോധിക്കുക. പലപ്പോഴും മലയാളം ചോദ്യപേപ്പറുകളിൽ ഒരുപാട് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്യാറുണ്ട്, ആവർത്തിച്ചു വരാറുണ്ട്. അപ്പോൾ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ, ആവർത്തിക്കാൻ സാധ്യതയുള്ള ചില നോവലുകളിലും കഥകളിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ചില സന്ദർഭങ്ങൾ, ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയിട്ടൊക്കെ കൂടുതലായിട്ടൊന്ന് ആലോചിച്ച് വെക്കുന്നതൊക്കെ നല്ലതാണ്. രണ്ടാമത്തെ കാര്യം, നമുക്ക് എഴുതാൻ പറ്റുന്ന അത്ര ആൻസറുകൾ നമ്മൾ എഴുതുക. നമ്മൾ എഴുതുന്ന ആൻസർ നമ്മുടെ അധ്യാപകരെ കൊണ്ടോ നമ്മുടെ സുഹൃത്തുക്കളെ കൊണ്ടോ ഭാഷയെയും സാഹിത്യത്തെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ കൊണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യിക്കുക. അങ്ങനെ അവർ തരുന്ന ചില കറക്ഷൻ പോയിന്റുകളിൽ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നത് ഏതൊക്കെയാണ് എന്ന് നോക്കിയിട്ട് വേണം അടുത്ത ആൻസർ എഴുതുന്ന സമയത്ത് നിങ്ങളുടെ ആൻസറുകളിൽ മാറ്റം വരുത്താൻ. ആൻസറുകളൊക്കെ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു മടിയൊക്കെ ഉണ്ടാവാം. കാരണം എല്ലാ ദിവസവും നമുക്ക് കൃത്യമായിട്ട് ആൻസർ എഴുതാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ള നിങ്ങളുടെ സമയം, അതിൽ കുറച്ചൊക്കെ ചിട്ടയോട് കൂടിയിട്ട്
ആൻസർ എഴുതുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. സിലബസ് തിരിച്ച് ഓരോ കൃതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള ആൻസറുകൾ എഴുതി സൂക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അവസാനം എക്സാമിനൊക്കെ മുമ്പ് ഒന്ന് റെഫർ ചെയ്യുന്നതും കൂടെ നല്ലതാണ്. പിന്നെ നമ്മൾ എഴുതുന്ന ഉത്തരങ്ങളിൽ മറ്റു ഉത്തരങ്ങളിൽ നിന്ന് നമ്മുടെ ഉത്തരങ്ങളെ വ്യത്യസ്തമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഒരു പക്ഷേ അത് ഒരു കൃതിയിൽ നമ്മൾ കാണുന്ന ചില വീക്ഷണങ്ങളാവാം, മറ്റു ആൾക്കാർ കാണാത്ത എന്നാൽ വളരെ പ്രാധാന്യമേറിയ ഒരു പുതിയൊരു കാര്യം നിങ്ങൾക്കൊരു കൃതി വായിച്ച് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മറ്റു ഉത്തരങ്ങളിൽ നിന്ന് നമ്മുടെ ഉത്തരങ്ങളെ വ്യത്യസ്തമായിട്ട് നിർത്താൻ നമ്മൾക്ക് പറ്റും. പിന്നെ നമ്മൾ എപ്പോഴും ഉത്തരം എഴുതുമ്പോൾ സമയബന്ധിതമായിട്ട് ഉത്തരം എഴുതാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം എഴുതുന്ന ഉത്തരങ്ങളൊന്നും സമയത്തിന് എഴുതി തീർക്കാൻ നമുക്ക് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉത്തരം എഴുതി തുടങ്ങുന്ന ആദ്യ ഘട്ടത്തിൽ നമ്മൾ നല്ല ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക. സമയം നമുക്ക് അവിടെ പരിഗണിക്കേണ്ടതായിട്ടില്ല ആദ്യ ഘട്ടത്തിൽ. പക്ഷെ പിന്നീട് അങ്ങോട്ട് നമ്മൾ ഉത്തരങ്ങൾ കുറച്ചൊക്കെ എഴുതി തുടങ്ങുന്ന ഒരു സമയത്ത് കൃത്യമായിട്ടുള്ള സമയനിഷ്ഠ അനുസരിച്ച് 150 വാക്കുകൾ, 200 വാക്ക്, 250 വാക്ക്, ഇങ്ങനെ ഏതാണോ ചോദ്യത്തിനനുസരിച്ച് കൃത്യമായിട്ടുള്ള സമയം അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ GS മെയിൻസ് ലോട്ട് ഓഫ് അൺഎക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസ് കം. ഹൗ ടു ടാക്കിൾ സച്ച് ക്വസ്റ്റ്യൻസ്? ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ ഓൺ ചൈതന്യ മഹാപ്രഭു. അപ്പം ഇങ്ങനത്തെ ചോദ്യം ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോവാം എന്നല്ലാതെ നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം UPSCയുടെ ജനറൽ സ്റ്റഡീസ് പേപ്പറിലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് പലപ്പോഴും അറിയാവുന്ന ചാൻസ് കുറവായിരിക്കും. അപ്പം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നത് നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഏത് ഏരിയയിൽ നിന്നാണ് വന്നതെന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ റിയലൈസ് ചെയ്യണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ജോഗ്രഫിയിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ നിന്നാണെങ്കിൽ ആ ഏരിയയിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ അത് പറ്റുന്ന രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. അതായത് ഇപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ ചൈതന്യ മഹാപ്രഭുവിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ലെങ്കിലും നമുക്ക് കുറച്ച് ഭക്തി മൂവ്മെന്റിനെ പറ്റി എഴുതാമെങ്കിൽ കുറേ അധികം മാർക്കുകൾ നമുക്ക് ചെയ്യാൻ പറ്റും സ്കോർ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജനറൽ സ്റ്റഡീസ് പേപ്പേഴ്സ് എപ്പോഴും ഒരു റിലേറ്റീവ് പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ആബ്സലൂട്ട് ആയിട്ടുള്ള ആൻസർ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അത് സബ്ജക്റ്റീവ് ആയിട്ടുള്ള രീതി നമുക്ക് പറ്റുന്ന എഴുതി വെക്കുക. കാരണം ഓരോ 1-2 മാർക്ക് അതിൽ നിന്ന് കിട്ടുവാണെങ്കിൽ തന്നെ അത് നമുക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ചൈതന്യ മഹാപ്രഭുവിന്റെ ക്വസ്റ്റനിൽ ഞാനും ചെയ്തതെന്ന് പറഞ്ഞാൽ ഭക്തി മൂവ്മെന്റിനെ പറ്റി എഴുതി വെച്ചതും ചൈതന്യ മഹാപ്രഭു എവിടെയൊക്കെ പോയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ എഴുതുക തന്നെയാണ് ഞാനും ചെയ്തത്. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ വേറെ എന്തില്ലെങ്കിൽ ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുവാണ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷനെ പറ്റി, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആനിമലിനെ പറ്റി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലെങ്കിലും നമുക്ക് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ബയോസ്ഫിയർ റിസർവ്സ് ഉണ്ടെന്നും അല്ലെങ്കിൽ നാഷണൽ പാർക്സ് ഉണ്ടെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ എഴുതാം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് എഴുതാം. ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എഴുതി നമ്മൾ അതിനെ അങ്ങനെ ഹാൻഡിൽ ചെയ്യുക. അതായത് ആബ്സലൂട്ട് ആയിട്ട് നമുക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ആ കോർ ഏരിയസിലുള്ള ബാക്കിയുള്ള നമുക്ക് എന്തൊക്കെ അറിയാം ആ നോളജ് നമുക്ക് അവിടെ കാണിക്കാം. ചിലപ്പം ഇൻവിജിലേറ്റർക്ക് അത് കണ്ട് ചിലപ്പോൾ 1-2 മാർക്ക് തരാൻ തോന്നിയേക്കാം, അല്ലെങ്കിൽ 2-3 മാർക്ക് തരാൻ തോന്നിയേക്കാം. അപ്പം എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് വിടാതിരിക്കുക, പറ്റുന്നതും നമുക്ക് അത് മെയിൻസിൽ എസ്പെഷ്യലി നമുക്ക് ഒട്ടും അറിയാൻ പറ്റുന്ന ടോപ്പിക് ആണെങ്കിൽ മാത്രം അത് വിടുക. ബാക്കി നമുക്കത് എന്തെങ്കിലും അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതി വെക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. കാരണം നമുക്ക് എഴുതുന്ന ഓരോ കാര്യത്തിനും മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും. ഓരോ മാർക്കും ഞാൻ നേരത്തെ പറഞ്ഞാലും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. സർവീസ് അലോക്കേഷനിലായാലും റാങ്ക്സിലായാലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ മാക്സിമം അതിനെ വിടാതെ നമുക്ക് പറ്റുന്ന രീതിയിൽ അത് ആൻസർ ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഹൗ ടു പ്രയോറിറ്റൈസ് സബ്ജക്ട്സ്. ഇപ്പോൾ ഫോർ പ്രിലിംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാനത് ജനറൽ ആയിട്ട് പറയാം. ഇപ്പോൾ പ്രിലിംസ് ആണെങ്കിലും മെയിൻസ് ആണെങ്കിലും നമ്മൾ ഇത്ര അധികം സബ്ജക്ട്സ് ഉള്ളപ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണം. അപ്പോൾ അത് നമ്മൾ നോക്കുമ്പോൾ ഞാൻ ചെയ്ത എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്റ്റാറ്റിക് പോർഷനും ഡൈനാമിക് പോർഷനും ലൈക്ക് എനിവൺ അത് അങ്ങനെ വെക്കുമ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പോളിറ്റി, ഹിസ്റ്ററി, ജോഗ്രഫി, എൻവയൺമെൻറ്റ് ഈ ഒരു 4 ഹെഡായിട്ട് നിങ്ങൾ തിരിച്ചാലും ഈ സബ്ജക്ട്സ് മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്താലേ നമ്മുടെ തലയിൽ നിൽക്കത്തുള്ളൂ. എനിക്ക് പേഴ്സണലി ഞാൻ ഒരുപാട് അധികം പ്രാവശ്യം ഇത് റിവൈസ് ചെയ്ത ഒരു വ്യക്തിയാണ്. കാരണം ഇപ്പോൾ ഹിസ്റ്ററി ആണെങ്കിൽ തന്നെ ആ ഒരു ക്രൊണോളജി ഒക്കെ നമുക്ക് ഇപ്പൊ മെഡിവൽ ഹിസ്റ്ററിക്കകത്ത് തന്നെ ഇപ്പം ഓരോ വോസിനെ പറ്റി, കർണാട്ടിക് വോസ് അല്ലെങ്കിൽ അങ്ങനത്തെ പല ടൈപ്പിലെ പല കാലഘട്ടത്തിലുള്ള വോസ് നമുക്ക് പഠിക്കാനുണ്ട്, ബാറ്റിൽസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒരു ക്രൊണോളജി നമ്മൾക്ക് ഓർത്തിരിക്കുക എന്നുള്ള വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ അതിന്റെ പിൻ പോയിന്റ് ചെയ്ത് നമുക്ക് അതിന്റെ വർഷം അറിഞ്ഞില്ലെങ്കിൽ പോലും ഒന്നിനു മുന്നേ ഇതാണ് എന്നറിഞ്ഞിരിക്കുന്ന എപ്പോഴും നമുക്ക് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഹിസ്റ്ററി ഒക്കെ മൾട്ടിപ്പിൾ ടൈംസ് റിവൈസ് ചെയ്യുക. ജോഗ്രഫി ഒക്കെ ആണെങ്കിൽ തന്നെ അങ്ങനത്തെ സ്റ്റാറ്റിക് ആയിട്ടുള്ള പോർഷൻസ് പല തവണ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇപ്പം റിവിഷന് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും വേണ്ടിയത് ക്രിസ്പായിട്ടുള്ള ഒരു നോട്ടാണ്. അപ്പം ഞാൻ GS ഞാൻ ചെയ്തതെന്താണെന്ന് വെച്ചാൽ എനിക്ക് 4 നോട്ട് ബുക്സ് ഉണ്ടായിരുന്നു ഫോർ GS 1, 2, 3, 4. ആ 4 എണ്ണത്തിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനിക്ക് മെയിൻസിന് തലേ ദിവസം
അല്ലെങ്കിൽ മെയിൻസിന് എക്സാമിന് പോകുമ്പോൾ തന്നെ ഇപ്പൊ ക്ലാസ് റൂമിലോട്ട് കയറുന്നതിന് മുന്നേ എനിക്കൊന്ന് റെഫർ ചെയ്യണമെങ്കിൽ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻ ആണെങ്കിലേ എനിക്ക് ഗുണമാകത്തുള്ളൂ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ 4 നോട്ട്ബുക്സിൽ എന്തൊക്കെയാണോ ആ സബ്ജക്റ്റിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ ജോട്ട് ഡൗൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും എനിക്ക് വായിക്കാൻ ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ. അത് ഇൻഡിവിജ്വൽ ചോയ്സ് ആണ്, ആൾക്കാർ അങ്ങനെ ചെയ്യുക. പിന്നെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത്, കറണ്ട് അഫയേഴ്സ് എപ്പോഴും നമ്മളിപ്പോ ഈ ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുന്ന ഒരു മെറ്റീരിയൽ അവസാനം വായിക്കുന്നതും അത് ഞാൻ അതിനെ നിരുത്സാഹപ്പെടുത്തത്തില്ല. കാരണം കറണ്ട് അഫയേഴ്സ് എപ്പോഴും വായിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ഒന്നുകൂടെ ആ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ കിട്ടുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും റിക്കളക്ട് ചെയ്യാൻ. ഒരു കാര്യമേ ഉള്ളൂ, പ്രയോറിറ്റൈസ് ചെയ്യുമ്പോഴും റിവൈസ് ചെയ്യുമ്പോഴും എപ്പോഴും മൾട്ടിപ്പിൾ ടൈംസ് അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒരു ആസ് എ ഹ്യൂമൻ നമുക്കത് പോസിബിൾ അല്ല ഇതെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളത്. അപ്പോൾ മെയിൻലി പോളിറ്റി, ജോഗ്രഫി, ഹിസ്റ്ററി, എൻവയറമെന്റ് അത് എപ്പോഴും അതിന് തന്നെ പ്രയോറിറ്റി എപ്പോഴും കൊടുക്കുക. പിന്നെ കറണ്ട് അഫയേഴ്സിൽ നിന്ന് കിട്ടുന്ന ഇതിനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾസ് നമുക്ക് കോട്ട് ചെയ്യാൻ സാധിക്കുന്ന തക്കവണ്ണം നമ്മൾ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുക. അതാണ് മെയിൻലി എനിക്ക് ഈ ഒരു പ്രയോറിറ്റിയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. നമ്മൾ മലയാളത്തിൻ്റെ ഉത്തരങ്ങൾ എഴുതുന്ന സമയത്ത് ചോദ്യം ഒരുപക്ഷെ ആ കഥയുടെ രചനാശില്പത്തെ പറ്റി, അല്ലെങ്കിൽ ആ സാഹിത്യകൃതിയിലെ ഭാവന, കഥാതന്തു, കഥാപാത്രങ്ങൾ, പ്രമേയം എന്നിങ്ങനെ വ്യത്യസ്തപരമായിട്ടുള്ള കൃതിയുടെ പശ്ചാത്തലത്തെ പറ്റിയിട്ടൊക്കെ ആയിരിക്കാം ചോദ്യങ്ങൾ ഉണ്ടാവുക. അപ്പോൾ ആ ചോദ്യത്തിനനുസൃതമായിട്ട് ആ കൃതിയിൽ നിന്നും നമ്മൾക്ക് സന്ദർഭങ്ങളൊക്കെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ മികച്ച ഉത്തരങ്ങൾ എഴുതാൻ വേണ്ടി നമുക്ക് കഴിയും. ഉദാഹരണത്തിന് ഇപ്പോൾ കവിതയിലുള്ള ഒരു ചോദ്യമാണ് എന്ന് വിചാരിക്കാം. ഈ കവിതയിലെ പ്രധാനപ്പെട്ട വർണ്ണനകളും അലങ്കാരങ്ങളും എഴുതുക എന്ന് പറയുന്ന ചോദ്യത്തിന് ആ കൃതിയിലെ മികച്ച വർണ്ണനകളും അലങ്കാരങ്ങളും കണ്ടെത്തി ഉദാഹരണ സഹിതം എഴുതി കഴിഞ്ഞാൽ കുറെ കൂടി മികച്ച ഉത്തരങ്ങളായിട്ട് നമുക്കതിനെ അവതരിപ്പിക്കാൻ വേണ്ടി കഴിയും. അടുത്ത ചോദ്യം നമുക്ക് വന്നിരിക്കുന്നത് പറഞ്ഞാൽ ഹൗ ടു ഹാൻഡിൽ ഇന്റർവ്യൂ എല്ലാവർക്കും അറിയാം ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ദി എക്സാം ആണ്. ഇന്റർവ്യൂ വളരെ വളരെ എല്ലാവർക്കും ഒരുപാട് ക്യൂരിയോസിറ്റി ഉള്ള സ്റ്റേജാണ് ഇന്റർവ്യൂ ടെസ്റ്റ് എന്നുള്ളത്. നമ്മളും ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും അധികം ക്യൂരിയസ് ആയിട്ടും ഏറ്റവും അധികം പേടിച്ചിട്ട് കൊടുത്തൊരു എനിക്ക് തോന്നുന്നു സ്റ്റേജ് ഇത് തന്നെ ആയിരിക്കും. പക്ഷെ എന്നെ ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുമെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ആക്ച്വലി ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. നമ്മളെങ്ങനെയാണ് നമ്മുടെ പേഴ്സണാലിറ്റി എന്തുവാണെന്ന് ഗോജ് ചെയ്യാനുള്ള ഒരു സ്റ്റേജാണ് ഇന്റർവ്യൂ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മളൊരു ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ നമ്മൾ ഈ എക്സാം വേണ്ടി ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഡാഫിൽ നമ്മൾ എന്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമ്മളൊന്ന് എടുത്ത് നോക്കുന്ന വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ ഡാഫിനകത്ത് നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ, നമ്മൾ എവിടെ നിന്ന് വരുന്നു, നമ്മൾ എവിടെ ജനിച്ചു, ഏതാണ് നമ്മുടെ ഹോം സ്റ്റേറ്റ്, നമ്മൾ എവിടെ പഠിച്ചു, നമ്മുടെ ഹോബീസ് എന്ന് പറഞ്ഞാൽ ഡാഫിൽ എപ്പോഴും ക്ലിയർ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ എൻ്റെ പേഴ്സണലായിട്ടുള്ള എൻ്റെ ഡാഫിൽ ഞാൻ അതിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ വളർന്ന ഡൽഹിയിലാണെങ്കിൽ ഞാൻ ജനിച്ച കൊല്ലത്താണ്. അപ്പോൾ എന്നോട് അവർ ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട് കൊല്ലം ഡിസ്ട്രിക്റ്റിനെ പറ്റി, അതിൻ്റെ ചരിത്രത്തിനെ പറ്റി. അപ്പോൾ അത് വായിച്ചിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മിസ്സാവും. അപ്പോൾ ഒരിക്കലും നമ്മുടെ സ്വന്തം ഇന്റർവ്യൂവിൽ നമ്മുടെ സ്വന്തം നാടിനെ പറ്റി അവർ ചോദിച്ചാൽ നമുക്കത് അറിയത്തില്ലെങ്കിൽ അത് വളരെയധികം ഒരു നെഗറ്റീവ് വൈബ് ആയിരിക്കും നമ്മളെ പറ്റി കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പേഴ്സണാലിറ്റിയെ ഗോ ചെയ്യുന്ന ഒരു സാധനമാണ് ഞാൻ പറയുന്നതുകൊണ്ടാണ് ഇത് കാരണം അതിനകത്ത് ചോദിക്കുന്ന പല കാര്യങ്ങളും. ഇപ്പം നിങ്ങൾ ഏത് സ്കൂളിൽ പഠിച്ചു, ഇപ്പം എൻ്റെ സ്കൂള് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പേരിലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ പറ്റി അറിഞ്ഞിരിക്കുക. അപ്പം കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ലിങ്ക് ചെയ്യുക. ആ സമയത്താണ് കേവാഡിയയിൽ സർദാർ പട്ടേലിൻ്റെ സ്റ്റാച്ചു വന്നത്. അപ്പോൾ അവർ ചോദിച്ചു ഈ സർദാർ പട്ടേലിൻ്റെ ലേറ്റസ്റ്റ് സ്റ്റാച്ചു എവിടെയാണ് വന്നതെന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്തിട്ട് പോകുന്ന വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. പിന്നെ ഒരു ഇന്റർവ്യൂ നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതായത് കുറച്ച് കാമായിട്ട് ഇന്റർവ്യൂ ഫേസ് ചെയ്യുക, അതുകൂടാതെ നമ്മൾ ബോഡി ലാംഗ്വേജ് നോക്കുക, കുറച്ച് ഫോമലായിട്ട് ഇരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക ഒരു ഇന്റർവ്യൂവിൽ. കാരണം നമ്മൾ ഈ പ്രഷർ ഫേസിൽ കാണിക്കുമ്പോഴാണ് പലപ്പോഴും ഇന്റർവ്യൂവിൽ നമ്മൾ പാനിക് ചെയ്യുന്നു എന്ന് അവർക്ക് തോന്നുന്നത്. നമുക്ക് അറിയത്തില്ലെങ്കിൽ വളരെയധികം സിംപ്ലിസിറ്റിയിലും വളരെ ഹമ്പിളായിട്ട് പറയാൻ നമുക്കത് അറിയില്ല എന്നുള്ള കാര്യം. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയില്ലായിരിക്കാം. ഈ ഇരിക്കുന്ന പല ഇന്റർവ്യൂ പാനലിസ്റ്റും എനിക്കൊന്ന് വളരെയധികം സീനിയർ ഓഫീസേഴ്സ് ആയിരുന്നു. എൻ്റെ പാനലിൽ ഒരു സീനിയർ റിട്ടയർഡ് IAS ഓഫീസർ ആയിരുന്നു. അപ്പോൾ അവരുടെ മുമ്പിൽ നമുക്ക് പല കാര്യങ്ങളും ബ്ലഫ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ ബ്ലഫ് ചെയ്ത് പറയുന്ന പോലെ നമുക്ക് അവിടെ ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് അപ്പം തന്നെ അത് മനസ്സിലാവും. അപ്പോൾ ഹമ്പിളായിട്ട് പറയുക അറിയില്ല എന്നുള്ള കാര്യം. ഇപ്പം എന്നോട് ചോദിച്ച രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് എനിക്ക് അറിയില്ലായിരുന്നു. അത് ഞാൻ അവരോട് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ഈ ഡാഫ് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന പോലെ തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു ആസ്പെക്റ്റ് ആണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട്.
ഇപ്പൊ അനന്തു എഞ്ചിനീയർ ആണ്, ഞാൻ ഇക്കണോമിക്സ് ആണ് പഠിച്ചത്. അപ്പൊ നമ്മൾ രണ്ടുപേർക്കും അവർ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് എന്തൊക്കെ അറിയാമെന്നുള്ളത്. ആ സമയത്ത് ഇക്കണോമിക്സ് റിലേറ്റഡ് ആയ പല കാര്യങ്ങളും നടന്നിരുന്നു. GDP ഡേറ്റ വന്നതിൽ കുറച്ച് ബേസ് ചേഞ്ചസ് വന്നിരുന്നു, GDP കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പൊ എന്നോട് ചോദിച്ചത് GDP കാൽക്കുലേഷനെ കുറിച്ച് അറിയാവോ, എന്താണ് ചേഞ്ചസ്, എന്തുകൊണ്ട് അതിപ്പോ ന്യൂസിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ ആ സമയത്ത് തന്നെ നമ്മൾ നടന്നൊരു കാര്യമാണ് സർജിക്കൽ സ്ട്രൈക്സും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിനെക്കുറിച്ച് അറിയാവോ, എന്താണ് അതിന്റെ കാര്യങ്ങൾ. അപ്പൊ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടന്നപ്പോൾ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തൊരു കാര്യമായിരുന്നു പ്രിസണേഴ്സ് കൺവെൻഷൻ എന്തുവാണ്, എങ്ങനെയാണ് പ്രിസണേഴ്സിനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്, പ്രിസണേഴ്സ് ഓഫ് വാറിനെ എങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം തന്നെ ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നതിന് മുമ്പ് വായിച്ചിരിക്കുക. പിന്നെ നമ്മുടെ ഡാഫിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഹോബി സെക്ഷൻ. നമ്മൾ എന്തുവാണ് ഈ ഹോബീസിൽ ഫില്ല് ചെയ്യുന്നു എന്നുള്ള കാര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ചിലവരൊക്കെ ഹോബീസ് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ഇറ്റ് ആണ് എഴുതുന്നത്. പക്ഷെ അങ്ങനല്ല, നമുക്ക് ജെന്യുവൻ ആയിട്ട് ഒരു ഹോബി എന്നുള്ള രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യം തന്നെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുക. കാരണം ഹോബീസിനെ കുറിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അവിടെ വരും. അപ്പൊ എൻ്റെ ഹോബിയിൽ ഞാൻ എഴുതിയിരുന്നത് പോയട്രി എഴുതുക, അതുകൂടാതെ ഇന്ത്യൻ ഫുട്ബോൾ സിനാരിയോ എന്താന്നുള്ള ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് കേരളത്തിൽ നിന്നായതുകൊണ്ടും ഇന്ത്യൻ ഫുട്ബോൾ എന്ന് മെൻഷൻ ചെയ്തതുകൊണ്ടും എന്നോട് IM വിജയനെ പറ്റി ചോദിച്ചു, കേരളത്തിലെ സെവൻസ് ഫുട്ബോളിനെ പറ്റി ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഫുട്ബോൾ വളരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്യുന്നു, എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ലോകത്തിന്റെ നിലവാരത്തിലേക്ക് എത്തുന്നില്ല, ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിച്ചു. അപ്പൊ ആക്ച്വലി ഇതൊരു കൺവെർസേഷൻ പോലെയാണ്, ഒരു 2-way കൺവെർസേഷൻ ആണ്. അവർ നമ്മളോട് ചോദിക്കും, നമ്മൾ കുറെ കാര്യങ്ങൾ പറയും, അവരതിൽ ഇന്റർജെക്ട് ചെയ്യും. അപ്പോൾ അത് വേറെ ഇങ്ങനെ പല ഡയമെൻഷൻസിലേക്ക് പോകും. അപ്പോൾ നമുക്ക് ഡെപ്ത് ഓഫ് നോളജ് അതിലുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. ഇപ്പൊ നമുക്ക് അറിയത്തില്ലെങ്കിൽ തന്നെ ഒരു നോർമൽ കൺവെർസേഷനിൽ നമ്മൾ എങ്ങനെ സംസാരിക്കുന്നു അതേപോലെ സംസാരിക്കുക. അതിനെക്കുറിച്ച് അറിയത്തില്ലെങ്കിൽ നമുക്ക് അറിയത്തില്ല എന്ന് പറയുക. ഈ ഇന്റർവ്യൂ, ഓൾ ത്രൂ ദ ഇന്റർവ്യൂ ചിരിച്ചുകൊണ്ടിരിക്കുക, കുറച്ച് നല്ല ഒരു ബോഡി ലാംഗ്വേജ്, ഒരു നല്ല പോസിറ്റീവ് വൈബും കൊടുക്കുക. എങ്ങനെയാണെങ്കിൽ നമുക്ക് ഓവറോൾ ഇന്റർവ്യൂവിന് വളരെയധികം നല്ലതായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഞാനാണെങ്കിൽ ഇനിയിപ്പോ എങ്ങനെ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഞാൻ യൂസ് ചെയ്തു എന്ന് ഞാൻ പറയാം. അതിപ്പോ ഒട്ടും അതൊരു പാടുള്ള വിഷയമല്ല. കാരണം നമുക്കിപ്പോ ഒരു എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഡൗട്ട് തോന്നിയാൽ നമ്മളിപ്പോ നാച്ചുറലി നമ്മുടെ ഇൻസ്റ്റിങ്സ് ഗൂഗിൾ ചെയ്യാണ്. അങ്ങനെ മാത്രമേ ഞാനും ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ഞാനിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം ഫോളോ ചെയ്തു എന്ന് എനിക്ക് അവകാശപ്പെടാനില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ എന്താണെങ്കിലും നമുക്കിപ്പോൾ ഒരു ഡൗട്ട് വരുന്ന ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഒരു വിഷയം നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കി. പക്ഷെ കുഴപ്പം പറ്റുന്നതെന്ന് പറഞ്ഞാൽ അതിലൊരു 1000 റിസൾട്ട് വരും. അപ്പൊ നമ്മൾ ഏതൊക്കെ സൈറ്റുകൾ ട്രസ്റ്റ് ചെയ്യണം അല്ല എന്നുള്ളത് നമുക്ക് ക്രെഡിബിലിറ്റി തോന്നുന്ന സൈറ്റുകളിൽ നിന്നുള്ള വിഷയങ്ങൾ മാത്രമേ നമ്മൾ പഠിക്കാൻ പാടുള്ളൂ. കാരണം അത് ഇപ്പോൾ വേറെ ഇപ്പോൾ മൾട്ടിപ്പിൾ സൈറ്റ്സ് കാണും. ചിലപ്പോൾ ആ ഒരു ഒറിജിനൽ സൈറ്റിൽ നിന്ന് കട്ട് കോപ്പി പേസ്റ്റ് ആയിരിക്കും ചിലപ്പോൾ അത്. പക്ഷെ എന്നാൽ പോലും നമുക്കിപ്പോൾ ക്രെഡിബിൾ ആയിട്ട് തോന്നുന്ന സൈറ്റുകളിൽ നിന്ന് മാത്രം ഇൻഫർമേഷൻ എടുത്ത് അത് നമ്മൾ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാനിപ്പം ഒത്തിരി അധികം ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ പല പല ചാനൽസ് ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. എസ്പെഷ്യലി രാജ്യസഭ TV-യിലെ ബിഗ് പിക്ചർ ഒക്കെ വളരെ നല്ല ഡിബേറ്റ്സ് ആണ്. നമുക്ക് ആ ഒരു ഗവൺമെന്റ് പെർസ്പെക്റ്റീവ് എസ്പെഷ്യലി ആ ഒരു പെർസ്പെക്റ്റീവ് നമുക്ക് നല്ലതുപോലെ കിട്ടും അതിനകത്തുനിന്ന്. ഇപ്പൊ ക്രിറ്റിസിസവും കിട്ടും. ഇപ്പൊ അതിന് ഏതെങ്കിലും ഒരു നല്ല ഇംഗ്ലീഷ് ന്യൂസ് ചാനൽ കേട്ടാലും മതി. ഇപ്പൊ അതൊന്നും ഇപ്പോ സ്പെഷ്യലി അങ്ങനത്തെ നല്ല നല്ല ചാനൽസ് ഫോളോ ചെയ്താൽ നമുക്കത് കിട്ടാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊരു ചാനൽ എന്ന് പറഞ്ഞാൽ ടെഡ് വീഡിയോസ് ഭയങ്കര അധികം യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്കിപ്പോൾ സയൻസിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇപ്പം ഈവൻ ഓപ്ഷനില് ഫിലോസഫിയുടെ തന്നെ നമുക്കിപ്പോൾ എനിക്കിപ്പം അത്ര ക്ലാരിറ്റി പിന്നെയും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ കുറെ വീഡിയോസ്, ഇങ്ങനത്തെ ആനിമേറ്റഡ് വീഡിയോസ് കണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതൊരു വളരെ നല്ല ശീലമായിരിക്കും എപ്പോഴും, എസ്പെഷ്യലി ഫോർ സയൻസ്. ഞാൻ എടുത്തു പറയുകയാണ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, എന്ത് കോൺസെപ്ച്വൽ ക്ലാരിറ്റിക്ക് വേണ്ടിയാണെങ്കിലും ടെഡ് വീഡിയോസിൽ അതൊരു ഭയങ്കര നല്ല റെപ്പോസിറ്ററി തന്നെയാണത്. അത് എപ്പോഴും റെഫർ ചെയ്യുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. ഇന്ന് സിവിൽ സർവീസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കുറേയേറെ ചോദ്യങ്ങൾക്ക്, സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. സിവിൽ സർവീസ് പരീക്ഷ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തൊക്കെ നമ്മൾ പലപ്പോഴും നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്നെ കൊണ്ട് ഇതിന് പറ്റുമോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ആ ചോദ്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ആത്മവിശ്വാസത്തോടു കൂടി കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയോടുകൂടി പഠനത്തെ ഏറ്റവും സന്തോഷകരമായി കൃത്യമായി മനസ്സിലാക്കി പഠനത്തെ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹാപ്പി ലേണിംഗ്, ബെസ്റ്റ് വിഷസ്. അപ്പം ഇന്നത്തെ നമ്മുടെ സെഷൻ നിങ്ങൾക്ക് എല്ലാം യൂസ്ഫുൾ ആയിരിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നു. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആൻസർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്.
പിന്നെ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞാൽ വളരെയധികം അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സാമാണ്, വളരെ ഒരു ലോങ് ഡ്യൂറേഷൻ ഉള്ള ഒരു എക്സാമാണ്. അപ്പോൾ ഇതിൽ നല്ല രീതിയിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക, പിന്നെ എല്ലാ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, ആൻഡ് കണ്ടിന്യൂസ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും നേടാവുന്ന ഒരു കാര്യം തന്നെയാണ് സിവിൽ സർവീസിൽ നല്ലൊരു റാങ്ക്. അപ്പം എൻ്റെ ഒരു ഫൈനൽ ഒരു നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക, റിവൈസ് ചെയ്യുക. എനിക്കും അതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ഒരു ക്രൂഷ്യൽ ആസ്പെക്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, എസ്പെഷ്യലി നമ്മൾ മെയിൻസ് ഒക്കെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഏതൊരു പരീക്ഷ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മെന്റൽ ബ്ലോക്സ് ഒത്തിരി വരും. നമുക്ക് നമ്മളെ കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ തോന്നും. അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എനിക്ക് പരീക്ഷയുടെ തൊട്ടടുത്ത സമയത്ത് തന്നെ അങ്ങനെയൊക്കെ ഒത്തിരി ചിന്തകൾ വന്നിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ദാറ്റ് ടു വിൽ പാസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഒരു ലോക്ക്ഡൌണിൽ കുറച്ച് മടുപ്പൊക്കെ തോന്നുമെങ്കിലും ആ ഒരു മോട്ടിവേഷൻ ഒന്നും കളയണ്ട. ഏതായാലും ഇതിനിറങ്ങി തിരിച്ചു, അപ്പൊ ഇതിനെയും റാങ്ക് ലിസ്റ്റ് കയറിയിട്ട് ഈ ഒരു ജേർണി അവസാനിക്കത്തുള്ളൂ എന്ന് തന്നെ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഓൾ ദ വെരി ബെസ്റ്റ്.